പണ്ട് ഞാൻ +2 പഠിക്കുമ്പോൾ ഹിന്ദി കഥാരചനക്ക് പോയി. എന്നിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി. എന്നെ ഹിന്ദി മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, യുവജനോത്സവം ഉണ്ടാ, അപ്പോ മോനെ എനിക്ക് ഗ്രേഡൊന്നും തരാൻ പറ്റില്ല, കാരണം എ ഗ്രേഡ് കൊടുത്താൽ ഈ സബ്ജക്റ്റിലേ പോകും. നിനക്കിവിടെ പ്രൈസ് കിട്ടാൻ കാരണം ബാക്കിയുള്ളവര് നിന്നെക്കാട്ടും മോശം എഴുതിയോണ്ടാണ് നിനക്ക് ഫസ്റ്റ് കിട്ടിയത് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നീ ഇത് പുറത്താരും പറയണ്ട, നീ സബ് ജില്ലയോ അടുത്ത ലെവലിലൊന്നും പോകണ്ട, പ്രൈസും മേടിച്ചിട്ട് വിട്ടു പോകുന്നത്. ലിവർപൂളിന്റെ അവസ്ഥ ഏകദേശം അതുപോലെയാണ്. ചുറ്റുമുള്ളവർക്ക് കളി റിസൾട്ട്സ് എല്ലാം വളരെ മോശമായതുകൊണ്ട് കഴിഞ്ഞ 5 കളിയിൽ 1 കളി മാത്രം ജയിച്ച ലിവർപൂളിന് എങ്ങനെയോ 4 പോയിന്റ് കുഷൻ ടോപ്പ് 5. ഇത് പ്രീമിയർ ലീഗിനെ കുറിച്ചാണോ മോശമാണോ പറയേണ്ടത്, അതോ ശരിക്കും പറഞ്ഞ എല്ലാ എണ്ണത്തിനും എന്താ പറയാ ഒരു ഓവറോൾ ക്വാളിറ്റി ഓഫ് ഫുട്ബോളിന്റെ അധപ്പതനമാണോ എനിക്കറിയില്ല. ലിവർപൂൾ ജയിച്ച സമയത്ത് മാത്രമേ ഇത് പറയാൻ പറ്റൂ, നമ്മൾ തോറ്റ ദിവസം നമുക്ക് പറയാൻ പറ്റൂ. എങ്ങനെ മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് 4 പോയിന്റ്സ് ഗ്യാപ്പ് എന്ന് എനിക്ക് കിട്ടുന്നില്ല. എന്തായാലും ഫുള്ളമിനിവിടെ നന്നായി കളിച്ചു. ടാക്ടിക്കലി പറയുകയാണെങ്കിൽ ഓബിനുണ്ട്. ഓബിന്റെ എനിക്ക് തോന്നിയത് ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ യു ഹാവ് പേസ് ഇൻ യുവർ ടീം. വേറെ ഒന്നുമല്ല, കളിയിൽ പേസ് വന്നപ്പോ ഡിഫൻസസ് ഫുൾ ബാക്സ് അവരുടെ ഫുൾ ബാക്സ് സ്ട്രെച്ച് ചെയ്തു. റിയോ സ്കോർഡ്, സലാ സ്കോർഡ്, ആൻഡ് വൺസ് വി വർ ഇൻ ദ ലീഡ്, വി വർ ഇൻ കൺട്രോൾ. അവർക്ക് ചാൻസ് കിട്ടി, സ്വാഭാവികം. ആൻഡ് മാച്ച് വാസ് 2-0. നമ്മൾ പ്രൊഡിക്ട് ചെയ്ത പോലെ തന്നെ ഒരുപാട് നാളിന് ശേഷം ഒരു സ്വസ്ഥമായിട്ട് കളി ഒരു എന്താ പറയാ, ഒന്നും ഒരു ടെൻഷനും ഇല്ലാണ്ട് ആ കളി അങ്ങ് പോയി. ടോപ്പ് 5 എത്തി. ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു റിസൾട്ട്സും നമ്മുടെ ഫേവറിൽ പോയി എന്ന് വേണം പറയാൻ. നമ്മൾ അതിനകത്ത് വരാം റൗണ്ട് അപ്പിൽ. നമ്മുടെ ചെൽസിയുടെ റിസൾട്ട് ആണെങ്കിലും, ആസ്റ്റൺ വില്ലയുടെ റിസൾട്ട് ആണ്, ബ്രെൻഫോർഡിന്റെ റിസൾട്ട് ആണെങ്കിലും എല്ലാം നമ്മുടെ ഫേവറിൽ പോയി. ആദ്യം ഇത്തവണ നമുക്ക് സുദീപിലേക്ക് പോവാം, കാരണം പോസിറ്റീവ് സ്പിൻ വല്ലപ്പോഴും ആദ്യമേ, അതായത് പുള്ളിക്കൊന്ന് ഒരു ചാൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പോസിറ്റീവ് പ്രധാനമായിട്ട് റിയോന്റെയാണ്. റിയോനെ നമുക്കറിയാം, സ്ലോട്ട് ഈ സീസണിലും മുഴുവൻ പലരും പറയുന്നത് റിയോനെ നേരത്തെ എന്താ കളിപ്പിക്കാത്ത, പക്ഷെ ആ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് സ്കിൽ വൈസ് അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തു. സ്കിൽ വൈസ് ഓൾറെഡി ഇസ് ഗുഡ്, പക്ഷെ ആ പ്രീമിയർ ലീഗിന്റെ ആ ഫിസിക്കാലിറ്റി ആയാലും പേസും അതൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിന്ന് ഫീൽ. ഇപ്പൊ ന്യോനിക്ക് അറിയാം, നമ്മള് പലപ്പോഴും വരുമ്പോ നല്ല രീതിയിലുള്ള പാസിംഗ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ ആ രീതിയിലേക്ക് ഫിസിക്കാലിറ്റി എത്തിയിട്ടില്ല എന്ന് പലപ്പോഴും തോന്നുന്നുണ്ടാവും. അത് സ്ലോട്ടിന്. ഇപ്പൊ റിയോന് അത് ഫീൽ ചെയ്തു, ഇത് തോന്നാം ഏത് മാച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നല് സ്ലോട്ടിന് വന്നു തുടങ്ങി. അത് ആ കോൺഫിഡൻസ്, സ്ലോട്ടിനുള്ള കോൺഫിഡൻസ് റിയോയിലും കാണാം. റിയോ ആ നന്നായിട്ട് പെർഫോം ചെയ്തു. റിയോ ആയിരുന്നു ആ കഴിഞ്ഞ മാച്ചിലൊരു പ്ലസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇത് വന്നത്. നമുക്ക് അറ്റാക്കിംഗ് ഒരു ത്രെറ്റില് ഒരു ഡിഫറെന്റ് ഡയമെൻഷൻ തന്നെ വന്നു. കാരണം നമ്മൾ പലപ്പോഴും ഗാക്പോനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഗാക്പോ ആ പൊസിഷനിൽ കളിക്കുന്നതിനേക്കാളും കളിക്കുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡിയാസ് ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോ റിയോ ആ പൊസിഷനിലേക്ക് പതുക്കെ ഗ്രോ ചെയ്ത് വരും. അപ്പൊ നമുക്കറിയാം യമാലൊക്കെ വന്നത് ഈ പ്രായത്തിലൊക്കെ തന്നെയാണ്. 17 years ഒക്കെ ആയപ്പോ കളിച്ചു തുടങ്ങി പതുക്കെ. പിന്നെ അത് ടീമിൽ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സീസൺ കഴിഞ്ഞ് പതുക്കെ അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും ഒരു റെഗുലർ സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഒരു നമുക്ക് നമ്മുടെ ലിവർപൂളിലെ ഒരു യമാൽ എന്ന നെക്സ്റ്റ് നമ്മുടെ തന്നെ റിയോ ആയിട്ട് വരുന്ന രീതിയിലേക്ക് മാറിയോ എന്നൊരു സാധ്യത എനിക്ക് കാണുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട്. അപ്പൊ അത് സ്ലോട്ട് നന്നായിട്ട് ഗ്രൂം ചെയ്ത് എത്തിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടു. ഇപ്പൊ മറ്റ് പ്ലേയേഴ്സും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യലും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു പലപ്പോഴും. ഇപ്പോൾ സലക്ക് ചില പാസുകൾ അവിടുന്ന് ക്രോസ് ചെയ്ത് കൊടുത്തതായാലും അത് കണ്ടിരുന്നു നമ്മള്. പിന്നെ ബോക്സിലേക്ക് ചിലപ്പോ
പാസ് ഇടുന്നുണ്ടായിരുന്നു. അവിടെ പലരും ഓടി വരുന്ന അത് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യും. എന്തായാലും അറ്റാക്കിംഗ് വൈസ് വേർഡ്സ് ഒക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ഒക്കെ ഭാവിയിൽ വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് കാണാൻ അതിന്റെ സൂചനകളൊക്കെ ഈ മാച്ചിൽ ഉണ്ടായിരുന്നു. എന്തായാലും റിയോ ആയിരുന്നു ഒരു വലിയ പോസിറ്റീവ്. പിന്നെ ഓബ്വിയസ്ലി നമ്മുടെ ഗ്രേവി കളിക്കാഞ്ഞതും, ഗ്രേവി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഫോം മോശമാണ്, കളിക്കുമ്പോഴൊക്കെ ആ ഒരു ഇന്റൻസിറ്റി ലെവലിലേക്ക് വരുന്നില്ല, പലപ്പോഴും പ്രശ്നങ്ങൾ മെക്കാലിസ്റ്ററിന്റെ പോലെ തന്നെ നമ്മൾ ഗ്രേവിയെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ആ ഫസ്റ്റ് ഹാഫില് ഗ്രേവി അവിടെ ഇല്ലാണ്ട് അവിടെ കേർട്ടിസും സൊബോസ്ലായും കൂടി ആ മിഡ്ഫീൽഡില് വളരെ നന്നായിട്ട് കേർട്ടിസിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് പന്ത് അവൈലബിൾ മേടിക്കുകയും അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ വളരെ തിടുക്കം കാണിച്ച് അങ്ങനെ നല്ല രീതിയിൽ ആ മിഡ്ഫീൽഡിലെ ടെമ്പോ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് കേർട്ടിസ് കളിച്ചു. അപ്പൊ അതും ഭയങ്കരമായിട്ട് ആ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. പലരും കേർട്ടിസിന്റെ ഒരു ഈ ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും ബെസ്റ്റ് ഒരു പെർഫോമൻസിലൊന്നായിരുന്നു ഈ സീസണിൽ. അങ്ങനെ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു. ഗോൾ അടിച്ച കളി ഉണ്ടാവും, പക്ഷെ ഈ മിഡ്ഫീൽഡ് നമ്മളെ ഡോമിനേറ്റ് ചെയ്ത് കേർട്ടിസ് അതിൽ വലിയൊരു റോള് ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെയാണ് ആ മാച്ചിലെ പോസിറ്റീവ്സ്. കേർട്ടിസിനെ ഇനി കൂടുതൽ കളിപ്പിക്കുമെന്ന് അറിയില്ല. നമുക്ക് പല റൂമേഴ്സിന്റെ കാര്യമൊക്കെ പറയണ്ടായിരുന്നു, അതായത് ജനുവരി മുതൽ കളിപ്പിക്കാത്തത് പല കാരണം കൊണ്ടാണെന്നൊക്കെ. പക്ഷെ കേർട്ടിസ് മിഡ്ഫീൽഡിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് പ്ലെയർ ആണെന്നുള്ളത് മാച്ചിൽ വന്നു. പക്ഷെ എന്താ ഇഞ്ചുറി ആയി പോയി, അതാണ് ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. കേർട്ടിസിന്റെ ഇഞ്ചുറി എത്ര പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല. എനിവേ നല്ല മാച്ചായിരുന്നു. ഈ പറഞ്ഞ പോലെ നല്ലോണം എൻജോയ് ചെയ്തു. 2-0 നമ്മൾ പറഞ്ഞു വിചാരിച്ച പോലെ തന്നെ ഡിഫൻസ് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു. അവരുടെ അറ്റാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഗോളിന് പിറകെ പോകുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യൂല, പക്ഷെ നമ്മളത് മാനേജ് ചെയ്തു, കൺട്രോൾ ചെയ്തു. നല്ല വിൻ. അടുത്ത PSG മാച്ചിലേക്ക് ആ കോൺഫിഡൻസ് കൊണ്ടുപോകാൻ പാകത്തിനുള്ള നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഒബിയസ്ലി സല ഗോൾ അടിച്ചു. അതിനിപ്പോ സലയെ കുറിച്ചും പറഞ്ഞില്ല എന്ന് പറയട്ടോ. ആ പൊസിഷനിലേക്ക് സല എത്തിക്കഴിഞ്ഞാൽ ഇതിപ്പോ പറഞ്ഞില്ലേ, ഡ്രിബിൾ ചെയ്യേണ്ടി വന്നില്ല. ആ പൊസിഷൻ അവിടെ വന്നു, ഷൂട്ട് ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റും. അങ്ങനെയുള്ള പൊസിഷനിലേക്ക് സല എത്തിക്കുക, സലയ്ക്ക് അവിടെ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ചെയ്യേണ്ട കാര്യം. അത് പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ സല പലപ്പോഴും ഷോട്ടൊക്കെ മിസ് ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഈ ഷോട്ട് നല്ല കിടിലൻ ഷോട്ടായിരുന്നു, കറക്റ്റ് കേൾ ചെയ്ത് പോസ്റ്റിലേക്ക്. അപ്പോ അതും പോസിറ്റീവാ. അപ്പോ ഈ ടീം തന്നെയാണോ കളിക്കുക എന്നറിയില്ല. എന്തായാലും മീൻസ് ചില സല വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത മാച്ചിൽ, അറിയില്ല. എനിവേ സല ഫോമിൽ വന്നത് നല്ല കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് മാച്ചില് അങ്ങനത്തെ പോസിറ്റീവ്സ്. ഗണേശ് എന്തൊക്കെയോ പറയാൻ ഇങ്ങനെ തിടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഇതില് തോറ്റു കഴിഞ്ഞപ്പോ ഗണേശ് കുറെ കാര്യങ്ങൾ പറയാണ്ടായിരുന്നു, അതൊന്നും പറ്റിയില്ല. ഇനിയിപ്പോ ജയിച്ചു കഴിയുമ്പോ ഇനിയിപ്പോ എന്ത് പറയണം എന്ന് കൺഫ്യൂഷനിലായിരിക്കും അല്ലെ? അങ്ങനെയല്ല, സംഭവം PSG മാച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ ഒരു ഗെയിം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ലൈനപ്പ് കുറച്ച് ഫ്രഷ് ആയല്ലോ, അതുകൊണ്ട് ഒരു പുതിയൊരു ടാക്ടിക്സ് എക്സ്പെക്ട് ചെയ്തു. കാരണം ഗ്യാക്പോനെ സെന്റർ ഫോർവേഡ് ആയിട്ട് ഇട്ടു. അപ്പോ അതൊരു നല്ലൊരു ഐഡിയ ആണ്. കാരണം ആൾക്ക് അത്രയ്ക്ക് അധികം പേസ് കിട്ടണമെങ്കിൽ ഒരു സ്ട്രൈഡ്, ഒരു സ്പേസ് വേണം. ആക്ച്വലി സ്പേസ് കിട്ടിയാൽ മാത്രമേ, ഒരു 2-3 സ്ട്രൈഡ് എടുത്താൽ മാത്രമേ ഹി ക്യാൻ ഗെയിൻ ദ പേസ്. എന്നിട്ടാണ് ആള് ഡ്രിബിൾ ചെയ്യോ കട്ടിങ് ചെയ്തോ ഷൂട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പൊതുവെ ആ ലെഫ്റ്റ് വിംഗിൽ സ്പേസ് കിട്ടുന്നില്ല. അപ്പൊ ആൾക്കൊരു ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് അവിടെ കിട്ടില്ല. കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കും. ഏതർ ബാക്ക് പാസ് അല്ലെങ്കിൽ സൈഡ് വേസ് പാസ് ചെയ്യാനേ പറ്റും. അപ്പൊ നമ്മൾ സെന്റർ ഫോർവേഡ് ഇട്ട് കഴിഞ്ഞാൽ ആള് കുറെ റൺസ് നല്ലോണം ചെയ്തായിരുന്നു. നമ്മൾ ആരും അത് ഫൈൻഡ് ചെയ്തില്ല. ത്രൂ ബോൾ കൊടുക്കാനുള്ള പ്ലേയേഴ്സ് നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കർട്ടിസ് ജോൺസ് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക. പക്ഷെ സുദീപ് എല്ലാം പറഞ്ഞു. എനിക്ക് ആകെ ഒരു കാര്യമാണ് അതിൽ കൂടെ ആഡ് ചെയ്യുന്നത്. വാൻഡേക്കിന്റെ പെർഫോമൻസ് കാരണം അഗ്രസീവ് ആയിരുന്നു. ആ ഒരു അഗ്രസീവ്നെസ് നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല. അതായത് ബോള് മിഡ്ഫീൽഡ്, അവരുടെ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രൈക്കറിന് കിട്ടുന്നതിന് മുന്നേ തന്നെ ഫ്രണ്ടിൽ കയറി എടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഹൈ ഇന്റൻസിറ്റിയോടാണ് കളിച്ചത്. അപ്പോ അത് തന്നെ ഒരുപാട് ഡുവൽസ് വിൻ ചെയ്യാൻ പറ്റി. അറ്റാക്ക് സെന്റർ മിഡ്ഫീൽഡ് തന്നെ തുടങ്ങാൻ പറ്റി നമുക്ക്. സോ അതൊരു വലിയൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ കുറെ കാലം ലെഫ്റ്റ് വിങ്ങിലെ ഗാക്പോനെയും എക്കിറ്റിക്കിനെയൊക്കെ കണ്ട ശേഷം
ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ് പ്ലെയറെ നമുക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ സോ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ആ ഗോൾ ഇനിയും ഞാൻ ഒരുപാട് പ്രാവശ്യം ഇന്ന് കണ്ടു. കാരണം വെച്ചാൽ ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കസ്റ്റാഗ്നിനെ ഇങ്ങോട്ട് വലിച്ചേ പറ്റൂ. ആദ്യത്തെ ഡമ്മിയിൽ ആള് വലിഞ്ഞില്ല, രണ്ടാമത്തെ ഡമ്മിയിലാണ് സ്പേസ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഫിനിഷ് വാസ് സോ ഗുഡ്. അത് പറയേണ്ടിയിരിക്കുന്നു. നമ്മളിങ്ങനെ ഈ ഡമ്മി കാണിക്കുന്നതൊക്കെ നമ്മള് കുട്ടീനോ ഇതുപോലെ സ്പേസ് ക്രിയേറ്റ് ചെയ്യണ്ടേ. എവർട്ടന്റെ ഒരു ഗോളില് എഡ്രിസ ഗാനഗേനെ ഇങ്ങനെ മാറ്റി എടുത്തിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ ശേഷം ഒരു പ്രോപ്പർ ഗോള്, ഒരു കേളിംഗ് ഗോള് നമ്മൾ കാണുമ്പോൾ ഒരു സന്തോഷം. പ്രത്യേകിച്ച് ആ ത്രൂ ഔട്ട് ദ മാച്ച് ഐ വാസ് സോ ഹാപ്പി. അവര് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വി കൈൻഡ് ഓഫ് ഡിഫെൻഡഡ് പ്രിറ്റി വെൽ. സോ ത്രൂ മാച്ച് കാണാൻ ഒരു ഫ്രഷ് എനർജി ഉണ്ടായിരുന്നു. സുദീപ് പറഞ്ഞ പോലെ ഈ ഒരു എനർജി PSG ഗെയിമിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് വാച്ച്. അതാണ് നമ്മൾ എന്താണ് പറയുന്നത്. ഈ ഒരു ഗെയിം നമുക്ക് അഗെയിൻ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഇന്റൻസിറ്റി ആയിട്ടുള്ള ഒരു ഗെയിം റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ we can do something against PSG. I'm not saying like we'll outplay them because they have really good players, but it overall Fulham match വെച്ച് നോക്കുമ്പോൾ I'm kind of very happy with the performance. നല്ല പെർഫോമൻസ് ആണ്. ഇത്രയും നല്ലത് പറഞ്ഞല്ലോ. സോ അതിലേക്ക് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് വൺ പോയിന്റ് ഹിയർ. ഫുൾഹാം ഈ സീസണിൽ 18 കളിയിലുണ്ടാവല്ലോ, 19 കളി കളിക്കണം എവേ കളി. അതിൽ 16 എണ്ണം കളിച്ച് അവര് ജയിച്ചത് 4 കളി. ഇങ്ങനെയുള്ള ടീമിന്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ കളിച്ചത്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമ്മളിപ്പം സിറ്റിന്റെ കൂടെ കളിച്ചു, PSG കൂടെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വല്ല MK ഡോൺസിന്റെ കൂടെ അങ്ങനെ കളിച്ചിട്ട് ജയിച്ചിട്ട് വി കൻ നോട്ട് സീ ദാറ്റ് വി ആർ ബാക്ക്. നമ്മൾ കളിച്ച ടീം അതാണ്. they are really good at their home, but they are so poor at away. അങ്ങനെയുള്ള ടീമിന്റെ കൂടെ when they themselves doesn't have the confidence, നമ്മൾ പോയി അത്യാവശ്യം ഡീസെന്റ് പെർഫോമൻസ് കളിച്ചു, 2 ഗോൾ അടിച്ചു. ആ ഗോൾ എങ്ങനെ നമ്മൾ ആദ്യം വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോഴും അത്രയ്ക്ക് നമ്മൾ ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് ഹാവ് ബിഗ് എക്സ്പെക്ടേഷൻ വിത്ത് ഈ ഒരു കളി കൊണ്ട്. അല്ല പണ്ട് നല്ല ടോട്ടനമിന്റെ അടുത്ത് നമ്മൾ ഡ്രോ പിടിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഫുൾഹാമിന്റെ കൂടെ ജയിച്ചത് വലിയ ബോണസ് ആണ്. അതിൽ ആ കൂടെ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മള് അടിച്ച ഗോൾ അടിച്ചത് ഉള്ളിൽ പോയി. യൂഷ്വലി പോവാറില്ല. നത്തിങ് വാസ് എന്താ ക്ലോസ്ലി കൺസ്ട്രക്റ്റഡ് ഗോൾ എന്ന് പറയാനൊന്നുമില്ലല്ലോ. റിയോ ഡാൻസ്ഡ് ഇറ്റ്. ആ ഒരു കേളിംഗ് ഷോട്ട് എടുത്തു. സലാഹ് ഇതിലും കൂടുതൽ ഓപ്പൺ ചാൻസ് മിസ്സാക്കിയിട്ടുണ്ട് ഈ സീസണില്. ദിസ് വെന്റ് ഇൻ. ഒറ്റ കാരണം അല്ല ഇത് പറയുമ്പോ ഇത്രയും കളി മോശമായി പെർഫോം ചെയ്ത, അതായത് ഫിനിഷിംഗ് മോശമായ ആള് ഒരു ഫസ്റ്റ് ടൈം ഫിനിഷ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കോൺഫിഡൻസ് ലെവൽ ആലോചിച്ച് നോക്കും. ബംപ് ബോളില് ഹാഫ് വോളിയില് കേളിംഗ് ഷോട്ട് അടിക്കണമെങ്കിൽ ചില്ലറ കാര്യമില്ല. അത് മിസ് ചെയ്യാൻ എറർ പെർസെന്റേജ് കൂടുതലാണ്. സോ ഇത്രയും കോൺഫിഡൻസ് ലോ ആയ പെനാൽറ്റി വരെ മിസ്സാക്കിയ ഒരു പ്ലെയർ അങ്ങനത്തെ ഒരു ഫിനിഷ് കാഴ്ചവെക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സാലാ ഇസ് ഓൺ എ ഡിഫറെന്റ് ലെവൽ. അല്ല വി ആർ ബാക്ക് എന്നാരും പറഞ്ഞില്ല. കഴിഞ്ഞ കളി ജയിച്ചു എന്നുള്ളതുള്ളൂ. ബാക്ക് ഒന്നുമില്ല ഈ സീസണിൽ. ഇനി ഒരു ബാക്ക് ഇല്ല. കാരണം ഈ സീസൺ ഇഫ് വി ഫിനിഷ് ടോപ്പ് 5 വൺ ഓഫ് ദ ഗ്രേറ്റ് എസ്കേപ്സ് വേണമെന്ന് പറയാം. കാരണം അത്രമാത്രം കളി തോറ്റുണ്ടാവും. ഈ സീസണിൽ റിവൈസ്ഡ് ഒബ്ജക്റ്റീവ് ആണല്ലോ ഈ ചാമ്പ്യൻസ് ലീഗ് പ്ലേസിൽ. ബാക്കിയുള്ള കളി വെച്ച് നോക്കുമ്പോൾ ദ സോ കോൾഡ് ട്രാൻസിഷൻ കൈൻഡ് ഓഫ് ഈ ടാക്ടിക്കൽ ട്വീക്സ് ഒക്കെ ഈ കഴിഞ്ഞ ഗെയിമിൽ കാണാൻ പറ്റും. ഞാൻ ഒരു സാധനം ഒരു ഇത് പറയുന്നുണ്ട്. കാരണം എനിക്ക് കൗണ്ടർ ഞാൻ പറയാം. അതായത് നമ്മള് ഫ്ലൂക്കിന് ജയിച്ചതല്ല. കാരണം നമ്മള് റിയോ ഗംഭീരമായിരുന്നു, സമ്മതിച്ചു. പക്ഷെ റിയോനെ ആസ് എ പേഴ്സണിനെക്കാട്ടും വി ഹാഡ് എ പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ. ഗണേശൻ പറഞ്ഞ പോലെ സുദീപ് റിയോ എന്ന് പറഞ്ഞു.
ആ പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ. അവിടെയാണ് നമ്മുടെ എല്ലാ ഡിബേറ്റിന്റെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ എഡ്വേർഡ്സും ഹ്യൂസും നമ്മളോട് ചെയ്ത തെറ്റ്. അതായത് ഡിയാസിനെ കൊടുത്തിട്ട് നമ്മളൊരു പ്ലെയറെ മേടിക്കാത്തത് ഇസ് എ കാർഡിനൽ സിൻ. കാരണം അതുകൊണ്ടാണ് സ്ലോട്ടിന് അവിടെ ഗാക്പോനെ കളിപ്പിക്കേണ്ടി വന്നത്. കൗണ്ടർ ആർഗ്യുമെന്റ് പറയാം, അതായത് റിയോനെ കളിപ്പിച്ചൂടായിരുന്നു എന്ന് പറയാം. ബട്ട് എന്നതന്നെ കോച്ച് ഒരു 16 വയസ്സുള്ള പയ്യനെ എത്രത്തോളം കളിപ്പിക്കാൻ പറ്റൂല്ലോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ കോച്ച് അല്ലേ. അത്രയും നമുക്ക് കൺവിൻസിങ് ആയിട്ട് ഫിസിക്കൽ ഇപ്പൊ സുധി പറയാൻ പറ്റി തോന്നില്ല. പക്ഷേ ഇഫ് വി ഹാഡ് എ ഹാഫ് ഡീസെന്റ് വിങ്ങർ, ഞാൻ ഡിയാസ് പോലെ എന്ന് പറഞ്ഞ ഡിയാസ് ഓൾസോ പേഴ്സണലി ഐ ഡോണ്ട് കൺസിഡർ ഹിം ലൈക്ക് വേൾഡ് ക്ലാസ്, ഈസ് എ വെരി ഗുഡ് വിങ്ങർ. അതേപോലെ ഒരു നമ്മൾ മാലിക് ഫൊഫാന ഈ ഗോട്ട് ഇഞ്ചേർഡ്, ഒരുപാട് പ്ലേയേഴ്സ് ലിങ്ക് സെമെന്യോ, നമ്മൾ ഒരു വിങ്ങർ അവിടെ മേടിച്ചിരുന്നെങ്കിൽ സലയുടെ ഔട്ട്പുട്ടും കൂടിയേനെ, നമ്മുടെ കിറ്റിക്കയുടെ ഔട്ട്പുട്ട് കൂടിയേനെ. ഈവൻ റിയോ വുഡ് ഹാവ് പ്ലേഡ് ബെറ്റർ ബിക്കോസ് ഹി വിൽ ഗെറ്റ് ചാൻസസ്. നമ്മൾ ഗെയിം ഡോമിനേറ്റ് ചെയ്ത്. സോ ബേസിക്കലി ശരിക്കും നമുക്കൊരു വിങ്ങർ ഇല്ലാത്തതിന്റെ കുറവ് കഴിഞ്ഞ മാച്ചിൽ നമ്മൾക്ക് കാണാൻ പറ്റി. And വേറൊരു പോയിന്റ് ഐ ഫെൽറ്റ് ഗാക്പോ വാസ് പെർട്ടിക്കുലർലി ഗുഡ് ഇൻ ഹോൾഡ് അപ്പ് പ്ലേ. എക്കിറ്റിക്കയുടെ എനിക്ക് വരുന്ന ഒരു എനിക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും മാച്ച് കണ്ടതുകൊണ്ട് ഈസ് എ ഫാർ ബെറ്റർ സ്ട്രൈക്കർ ദൻ ഡാർവിൻ. ബട്ട് ഡാർവിൻ വാസ് എ പ്ലെയർ, പുള്ളി എപ്പോഴും ഇസ് ഓൺ ഹിസ് ടോസ് ആൻഡ് ഹിസ് ഹോൾഡ് അപ്പ് പ്ലേ വാസ് ഗുഡ്. എക്കിറ്റിക്ക് കുറച്ച് ഫ്ലിക്സും അതും ഇതും വരുന്നതുകൊണ്ട് ടീം സഡൻ പ്രഷർ. ഇന്നലെ നമ്മളെ what was that game? Sunderland versus Spurs കണ്ടപ്പോ ബ്രോബിയുടെ പെർഫോമൻസ്, മൈ ഗോഡ്, ആസ് എ സെന്റർ ഫോർവേഡ് ടീം എപ്പോ പ്രഷറിലുണ്ടോ പുള്ളി ഹോൾഡ് ചെയ്ത് ഒരു ഫൗളോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ച്. സോ അന്ത കാര്യങ്ങളിൽ നമുക്ക് ഈ സീസണിൽ പറ്റിയ പിഴവുകൾ ഒരു കളക്റ്റീവ് ഫെയിലിയർ തന്നെയാണ്. ആൻഡ് ഫെയർ പ്ലേ ടു റിയോ, അതായത് ഹി ടുക്ക് ഹിസ് ചാൻസ്. നമുക്ക് നല്ല വിങ്ങേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസൺ, നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, കഴിഞ്ഞ സീസൺ വി ഹാഡ് ഡാർവിൻ, ഡിയാസ്, ജോട്ട, നമ്മുടെ ഗാക്പോ, യുനോ, പിന്നെ ആരാ, കിയേസ, പിന്നെ ഉണ്ടല്ലോ ഒരാള് സല, ഇത്രയും ഫോർവേഡ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഈ സീസണിൽ. അത് ഒന്നാമത് ഇസാക്ക് പോയി, പിന്നെ ഗാക്പോ അവിടെ ഇങ്ങനെ മുടങ്ങി കളിച്ചു. That's what I feel about the game. But again, Aubin പറഞ്ഞ പോലെ I agree with that. We are not back or anything. I'm just happy that we had one performance in us that will kind of keep that. എന്റെ പോയിന്റ് ഇത്ര മാത്രമാണ്. സോ എന്റെ പോയിന്റ് ഇതാണ്, we played well against Fulham. അതിന്റെ മുന്നത്തെ 2 കളി ഇല്ല. അതിന്റെ മുന്നേ we played 1 Kerala game. അതിന്റെ മുന്നത്തെ 2-3 കളി ഒന്നുമില്ല. So this is more of completely dead in the feeling വരുമ്പോ we have one performance, energized performance. അത് കഴിഞ്ഞാൽ we are back. ഇതിനകത്ത് ഗാല ഗെയിമിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ടാക്ടിക്കൽ ഡിസൈൻ ഉണ്ടായിരുന്നു. There was a plan in place which worked. അതാണ് എനിക്ക് തോന്നിയ ഡിഫറൻസ്. ഒരു പാഷനും അല്ലെങ്കിൽ ഒരു ഡെസ്പറേഷനിലല്ല, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നല്ല ഞാനതാ പറഞ്ഞ ട്രാൻസിഷൻ ഒക്കെ പ്രോപ്പർ ആയിരുന്നു. അതായത് കൗണ്ടർ അടിക്കുന്നതും പാസിംഗ് പാറ്റേൺസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അതായത് അതെന്താ പറയുക, ഈ ലെഫ്റ്റ് വിങ് ഫോർവേഡ് 2 പേരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിലാണ് നമുക്ക് ബാക്കിയുള്ള ഒരു എക്സ്ട്രാ മാൻ അകത്ത് കൊണ്ടുവരാൻ പറ്റും. സെയിം വേ സാല മുമ്പ് കളിക്കുമ്പോൾ സാല അടുത്ത് 2 പേരെങ്കിലും പോവാറുണ്ട്. പക്ഷെ ഇപ്പോ ആ ഒരു കോൺഫിഡൻസ് ഇല്ല, മാനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ എന്താ ചെയ്യുന്നത്, ഏർലി റിലീസാണ്. ഫ്രിംപോങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സൊബോസലായി വരുന്നുണ്ട്. ആ ഒരു ഏർലി റിലീസ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നുണ്ട്. കാരണം ഫ്രിംപോങ്ങിന് ഓവർലാപ്പ് ചെയ്ത് ക്രോസ് ചെയ്യാൻ പറ്റും. റോബർട്ട്സൺ ആണ് ആ ഒരു ഷോട്ട് എടുത്തത്. വേറൊരു പ്ലെയർ ആണ് ആ ഭാഗത്തുണ്ടെങ്കിൽ ഒരു ടച്ച് ഒക്കെ എടുത്ത് അടിച്ചേനെ. നിറയെ ബിൽഡപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കളി കാണാൻ തന്നെ രസമുണ്ടായിരുന്നു. അപ്പോ ഞാൻ ക്രിസ് പറഞ്ഞതിൽ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ക്രിസ് പറഞ്ഞു പ്രീമിയർ ലീഗിന്റെ നമ്മൾ എല്ലാവരും മോശമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ ഒരു കളി ജയിച്ചു, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ 5ാം സ്ഥാനം കിട്ടി എന്ന് പറയുമ്പോ അതിലൊരു കാര്യം കാരണം നമ്മുടെ പ്രീമിയർ ലീഗ് ഉള്ള ടീംസ് യൂറോപ്പിൽ പോയിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. നമുക്ക് കാണാൻ പറ്റി. മറ്റേ ചാമ്പ്യൻസ് ലീഗിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി. മുമ്പ് നമ്മൾ പറഞ്ഞു പ്രീമിയർ ലീഗ് ഡോമിനേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ടേബിൾ കണ്ടിട്ട്. ഇപ്പോ പ്രീമിയർ ലീഗ് വളരെ മോശമാണ്. അപ്പൊ ഞാൻ ഈ ഒരു
ബ്രേക്കിൽ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. പ്രീമിയർ ലീഗില് ഉള്ള പ്ലേയേഴ്സ് പുറമേ ഉള്ള ലീഗിൽ വേണ്ടി കളിക്കാൻ പോയവര്, അതായത് ഇപ്പോ ഡാർവിൻ, മറ്റേ ന്യൂനസ്, മറ്റേ കെയ്ൻ ആവട്ടെ, DS ആവട്ടെ, ഒലീസെ ആവട്ടെ, മെക്ടോമിനി, റഫീനി ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഈ സ്റ്റാർ പ്ലേയേഴ്സ് ഇവിടെ കളിച്ച ശേഷം, അതായത് ഒരു കാലത്ത് ഈ പ്ലേയേഴ്സ് ഒക്കെ ഇവിടെ കളിച്ച് പ്രീമിയർ ലീഗ് ഡോമിനേഷൻ എന്ന് പറഞ്ഞ് പ്രീമിയർ ലീഗിന്റെ ഗെയിം എന്നെ മാറ്റിയവരാണ്. എക്സ്പ്ലോസീവ് ഗെയിംസ് ഒക്കെ കളിച്ച് റഫീനിയ ലീഡ്സിലുണ്ടാകുമ്പോ ഹൈ പ്രസ് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അവര്. സോ ആ ഒരു പ്ലേയേഴ്സ് എല്ലാരും എന്താ പറയാ ഔട്ട്സൈഡ് ഇംഗ്ലണ്ട് കളിക്കാൻ പോകുന്നുണ്ട്. പിന്നെ സ്റ്റാർ പ്ലേയേഴ്സ് ആരും ഇങ്ങോട്ട് കളിക്കാൻ വരുന്നില്ല പ്രീമിയർ ലീഗിലോട്ട്. സോ ആക്ച്വലി ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. പ്രീമിയർ ലീഗിന്റെ ലെവൽ ഡൗൺ ആവാനുള്ള കാരണം അതാണെന്ന് നമുക്ക് ആലോചിക്കണം. എവറി ടീം റിലൈ ഓൺ ദിയർ അക്കാഡമി ഓർ യങ് ടാലൻസ്. അതായത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പ്ലെയറും കുറവാണ് ഇപ്പോ. സാല കളിച്ചിട്ടായിരുന്നു ഇത്രയും സീസൺ, പക്ഷെ നമുക്കൊരു ബെറ്റർ പ്ലെയർ പ്രീമിയർ ലീഗിന്റെ ഫേസ് എന്ന് പറയാൻ ഇപ്പൊ ആരുമില്ല. ഹാലൻഡ് മാത്രമേ ഉള്ളൂ. അതാ ഇത് തന്നെ ഒരു വലിയൊരു കാരണമല്ലേ. പ്ലേയേഴ്സ് ആരും ഇപ്പൊ മുമ്പ് പ്രീമിയർ ലീഗിൽ എല്ലാവരും അട്രാക്ട് ചെയ്യായിരുന്നാണ്. കാരണം നമ്മതിന് ഫുട്ബോൾ കളിക്കാൻ പറ്റും, ഇറ്റ് വിൽ ബി എ ഗുഡ് ഗെയിം ടു പ്ലേ ആൻഡ് ക്യാൻ ലീവ് എ ഗുഡ് ലൈഫ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ എല്ലാരും വേറെ ലീഗിലേക്ക് കളിക്കാൻ പോവാണ്. സോ ദാറ്റ് ലെറ്റ്സ് ആക്ച്വലി പ്രീമിയർ ലീഗ്സ് ലെവൽ ഡൗൺ. ഓ ഇത് എത്രത്തോളം ഇങ്ങനെ പോകുന്ന അറിയില്ല. സ്റ്റാർ പ്ലേയേഴ്സ് ഇല്ല ഞാൻ പറയുന്നില്ല. പ്രീമിയർ ലീഗ് ഇസ് ബൈയിങ് മോർ പ്രോസ്പെക്ട്സ്. ഇപ്പൊ വേർഡ്സ്, ഇപ്പോ ടൊനാലി, ഗെയിമിൽ നമ്മുടെ വോൾട്ടമാഡ, എല്ലാരും ഏർലി 20s വന്ന് ഇവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് അവർ വഴിക്ക് പോകുന്നുണ്ട് അല്ലേ? കറക്റ്റാ? ഞാൻ ആ ഒരു ആംഗിളിൽ ആലോചിച്ചിട്ടില്ല ആക്ച്വലി. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്ന് റഫീനിയ വന്നു യങ് ഏജിൽ, എന്നിട്ട് അങ്ങോട്ട് പോവാണ്. അതായത് ഇറ്റ് സീംസ് വെരി ഈസി ഫോർ ദം ടു പ്ലേ ദേർ ആഫ്റ്റർ പ്ലേയിങ് പ്രീമിയർ ലീഗ്. നമ്മള് മുമ്പത്തെ കളി ഇപ്പൊ സാല ആലോചിച്ച പുറത്തൊക്കെ കളിച്ചിട്ട് പ്രീമിയർ ലീഗിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇല്ല. ഇവിടെ കളിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ്. ഇപ്പൊ DS ആവട്ടെ, ഒലീസ ആവട്ടെ, അവിടെ പോയിട്ട് സുഖമായിട്ട് കളിക്കുകയാണ്. അപ്പോ ഇപ്പൊ മേ ബി നമ്മുടെ ടൊണാറ്റോ എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ PSG പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കളിക്കായിരിക്കും. PSG പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് സ്കോർ ചെയ്യും. ചിലപ്പോ 5-6 ഗോളൊക്കെ അടിക്കും ഒരു സീസൺ. ഈ സീസൺ കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമുക്ക് എല്ലാരും പറയുന്നത് അതാണ്. ടാക്സിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ, പൊളിറ്റിക്കൽ റീസൺസോ ഫൈനാൻഷ്യൽ റീസൺസ് ഉണ്ടാവുമോ അതിന്റെ ബാക്കിൽ? ഈ പ്ലേയിങ്ങിന്റെ മാത്രമാവില്ലല്ലോ പ്ലേയേഴ്സ് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത്. അതിപ്പോ എൻസോ ഫെർണാണ്ടസിന്റെ റീസെന്റ് സ്റ്റേറ്റ്മെന്റ് എടുത്താലേ മതിയാ. മൂപ്പര് വെറുതെ പറഞ്ഞു മാഡ്രിഡിൽ പോണം, മാഡ്രിഡിൽ ജീവിക്കണം, അവിടെ കളിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് ആ ഒരു ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൂട്ട് ആവും. കാരണം എല്ലാരും ഇവിടെ വന്ന് കളിച്ചു. ഓക്കെ, ഇവിടത്തെ കാട്ടിലും അതായത് apart from Pep Guardiola, who is an elite manager in Premier League? അതിലേക്ക് നമുക്കറിയാം. അർട്ടേറ്റ ഓക്കെ, if Arsenal ഫാൻസിന് ഗ്രേറ്റ് ആണെന്ന് തോന്നിയാൽ ശരി, അർട്ടേറ്റ എന്ന് പറയാം. I don't think. I mean, even Arsenal fans പോലും സമ്മതിക്കും. No, if they want to compare Wenger to അല്ലെങ്കിൽ Arteta, they themselves would say, right, it's Wenger. ഞാൻ പറയുന്നത് ഫെർഗ്യൂസൺ, റാഫ ബെനീറ്റസ്, വെങ്ങർ, മൊറീനിയോ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. Then you had the Pep, then you had Ancelotti, Klopp and Pep Guardiola. ആ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ടീംസിന്റെ ടോപ്പ് മാനേജേഴ്സ് നോക്കുന്നത് ലിയം റോസിനിയർ, ആർനെ സ്ലോട്ട്, നമ്മുടെ ഇയാള് എഡ്ഡി ഹൗ, ഓരോ ആഴ്ച ഓരോന്നാണ്. ആരാണുള്ളത് ഒരു ടോപ്പ് മാനേജർ? ലൂയിസ് എൻറിക്കയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള വേറൊരു മാനേജർ എന്ന് എനിക്കൊരു ചോദ്യം. ഇത് ഈ ബ്രോഡ്കാസ്റ്റിംഗിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ വരും കാലങ്ങളിൽ? പ്രീമിയർ ലീഗ് ടിവിയിൽ കാണാൻ പറ്റാത്ത അവസ്ഥ വരുമോ?
ലാലിഗ കുറച്ചു കാലം ഈ ബ്രോഡ്കാസ്റ്റിംഗ് ടെലികാസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. 5-6 years കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രോബബ്ലി. അല്ല, ഇതുകൊണ്ടല്ല, അത് വേറെ കാര്യങ്ങളും കൊണ്ടാ വരിക. MLB സ്റ്റൈലിലൊക്കെ അവര് സ്വന്തമായിട്ടുള്ള സ്ട്രീമിംഗ് നെറ്റ്വർക്കിലേക്കൊക്കെ പോകും പ്രീമിയർ ലീഗ് പതുക്കെ. അങ്ങനെയുള്ളതേ വരുള്ളൂ. അല്ലാതെ ബ്രോഡ്കാസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ ഈ മാനേജേഴ്സ് ഇല്ലാത്ത കാരണം അങ്ങനെ വരിക. ഈ സീസൺ ശരിക്കും ഒരു വാട്ടർഷെഡ് മൂവ്മെന്റ് ആണ് പ്രീമിയർ ലീഗ് ആസ് എ ഹോൾ നോക്കിക്കഴിഞ്ഞാൽ. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ബിഗ് ടീംസ് എനിമോർ. ബിഗ് ടീംസ് ലൈക്ക് പണ്ട് ചെൽസി എന്ന് പറയുമ്പോൾ നമുക്ക് കിള്ളവർക്കും സത്യം പറഞ്ഞ, ഇപ്പൊ ചെൽസി ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ചെൽസിയുടെ the team that they had with Drogba, Lampard, your Terry, ഒരു ഫോർമിഡബിൾ ടീമാണ്. ഇപ്പത്തെ ചെൽസി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, കുറെ പിള്ളേർ ഓടി കളിക്കുന്നു. ലിവർപൂൾ ഫോർ ദാറ്റ് മാറ്റർ. അല്ല, അത് മാത്രല്ല, അല്ല ഈ പ്രോജക്റ്റ് ഇപ്പം അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഇപ്പൊ പറഞ്ഞു ഇപ്പൊ മറ്റ് ക്ലബിലേക്ക് പോണെന്ന്. ഇപ്പൊ പക്ഷെ ഇപ്പൊ സ്പാനിഷ് ലാ ലീഗ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ ഒരുപാട് അങ്ങനെ പ്ലേയേഴ്സ് ഉണ്ടോ? ഈ റയലും ബാഴ്സയും ഈവൻ അത്ലറ്റിക്കോ മാഡ്രിഡ് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇല്ല. ഇറ്റലിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ഒക്കെ റിട്ടയർമെന്റ് ഏജിൽ പോകുന്നവർ അങ്ങോട്ട് പോകണു. ഈ വേൾഡ് ഫുട്ബോളിൽ തന്നെ അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർസ് കുറഞ്ഞു തുടങ്ങിയോ? ബ്രസീൽ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകൾ. ഒന്നാമത് എല്ലാവരും പ്ലേയേഴ്സ് മുതൽ കോച്ച് വരെ എല്ലാം മറ്റേ മെഷീൻ ജനറേറ്റഡ് വേർഷൻസ് ആണ്. രാവിലെ ഇതാണ് നിന്റെ പൊസിഷൻ, ഇവിടുന്ന് ആദ്യത്തെ റണ്ണാണ് ഇങ്ങോട്ട്, രണ്ടാമത്തെ റൺ ഇങ്ങോട്ട്, അത് ബോൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇങ്ങനെയാണ് നിങ്ങൾ ഓടേണ്ടത് എന്ന് പറഞ്ഞ് AI ജനറേറ്റഡ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നില്ല. അതുപോലെയാണ് എല്ലാവരും, ഇൻക്ലൂഡിങ് മാനേജേഴ്സ്. ബോൾ കിട്ടിയാൽ ഇങ്ങനെ, ബോൾ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ. അത് ഓപ്പോസിഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമല്ല. സോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എല്ലാം ഭയങ്കര ടിപ്പിക്കൽ റൺസ്, ഒരാൾ പാറ്റേൺ മാറ്റുന്നു, എല്ലാവരും പാറ്റേൺ ഒരുമിച്ച് മാറ്റുന്നു. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റാഫ ഹാഡ് ഹിസ് സ്റ്റൈൽ, മൊറിഞ്ഞോ ഹിസ് ഓൺ സ്റ്റൈൽ. അത് മറ്റേത് ആര് കളിച്ചാലും ഐ വിൽ മേക്ക് ഷുവർ മൈ സ്റ്റൈൽ വർക്ക്സ് ഔട്ട് ഫോർ ദാറ്റ്. ഈ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി ഒക്കെ ഈ എടുത്ത് വന്നതല്ലേ. പണ്ടത്തത് പ്ലാൻ എ ഫെയിലായ വീണ്ടും പ്ലാൻ എ, ഫെയിലായ വീണ്ടും പ്ലാൻ എ. Or you have something within that planning. Managers are not letting players express themselves. ഇത് വേറെ ഡിബേറ്റ് ആണ്, നമ്മൾ എങ്ങോട്ടാ പോണ ശരിക്കും. എനിവേ, എന്താണ് നമ്മുടെ ഫുൾഹാം ജയിച്ചു, സന്തോഷം. അതെ, വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മൾ റൗണ്ട് അപ്പിലേക്ക് പോകുന്നു. ഗംഭീരമായ ഒരു റൗണ്ട് അപ്പ് ആയിരുന്നു. നമുക്ക് ആദ്യം തുടങ്ങുമ്പോഴേ വെസ്റ്റ് ഹാമിന്റെ കളി വെച്ച് തുടങ്ങാം. ലിവർപൂൾ പോയിന്റ് ഓഫ് വ്യൂ ഇല്ല, ഒരു ടാബ് വേറെ മാറ്റി, വോയിസ് വേറെ ടാബിലാണ് തോന്നുന്നു. ലിവർപൂൾ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മൊത്തം സ്റ്റക്ക് ആണല്ലോ. എനിക്ക് വേറെ ടാബ് എന്തെങ്കിലും ഓപ്പൺ ആണോ? വേറെ ടാബുകൾ എന്തെങ്കിലും ഓപ്പൺ ആണോ? ഓക്കെ, ഇപ്പൊ ശരിയായിട്ടുണ്ടാവില്ല. വീഡിയോ ശരിയായിട്ടില്ല, കുഴപ്പമില്ല. ഇപ്പൊ ശരിയായോ? ശബ്ദം കേൾക്കാനുണ്ട്, പറഞ്ഞു. ശരിയാവില്ല. ശരിയാവുന്നുണ്ട്. ശരിയായി പറഞ്ഞു. ഓക്കെ. അപ്പോ I think we'll talk more about Liverpool connection ഉള്ള result. I think then we'll go to relegation battle separate. Chelsea versus City. Chelsea versus City. എന്താ പറയാ? ചെൽസി ട്രൈഡ്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഹാഫിലെങ്കിലും അവർ കുറച്ചെങ്കിലും നോക്കിയിട്ടുണ്ട്. അതെ, ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിച്ചു, അങ്ങനെയാ കളിക്കാൻ പോവാന്ന്. പക്ഷെ അങ്ങനെയല്ല, അവര് ട്രൈ ചെയ്തു. ഈ പറഞ്ഞ പോലെ എസ്റ്റവാവിനൊക്കെ കളിപ്പിക്കുകയും അങ്ങനെ ഏറ്റവും കുറച്ച് അറ്റാക്കിങ് കളിക്കാരെ തന്നെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഗോൾ അവർ വാങ്ങിയതിനു ശേഷം അടിയറവ് പറഞ്ഞത്.
അല്ല ചെൽസി സിറ്റി മാച്ച് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയുടെ കൂടെ നമ്മുടെ FA കപ്പ് മാച്ച് പോലെ ഒരു 30 മിനിറ്റ് അവന്മാര് എന്തൊക്കെയൊക്കെയോ ശ്രമിച്ചു, ഗോള് വാങ്ങി പിന്നെ എല്ലാം അടപടല. ഗണേഷ് കണ്ടിരുന്നോ? ഞാൻ കണ്ടു. കറക്റ്റ് അത് കാണാതെ പറ്റില്ലല്ലോ. ലൈക്ക് ഞാന് ഒരു ജർക്കി ഫാൻ കൂടെയാണ്. ആസ് എ പ്ലെയർ, ആസ് എ ഹ്യൂമൻ പേഴ്സണാലിറ്റി വെച്ച് പറയാൻ പറ്റില്ല. ആസ് എ പ്ലെയർ ഞാന് വേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നല്ല. ഐ ബാഡ്ലി വാണ്ടഡ് ഹിം അറ്റ് ലിവർപൂൾ ബിക്കോസ് എനിക്ക് ആ ഒരു പ്രോപ്പർ ബോളർ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് കൂടിയാണ്. എമ്മാതിരി ടൈറ്റ് സ്പേസിലാണെങ്കിലും ഹി വിൽ ക്ലിയർ ദ ബോൾ ആൻഡ് ഇറ്റ് വിൽ ബി എ പ്രോപ്പർ പാസ് ആൻഡ് ഹി ക്യാൻ അൺലോക്ക് എനി ടീം. നമ്മൾ ഈ പറയുന്ന ഈ മറ്റേ സിറ്റ് ബാക്ക് ചെയ്യുന്ന ബസ് പാർക്ക് ചെയ്യുന്ന ടീമിനെയൊക്കെ പൊളിച്ചെടുക്കാനുള്ള കഴിവ് ആ ഒരു പ്ലെയറിനുണ്ട്. ഫൂട്ടഡ് ആണ്, ബാലൻസ്ഡ് പ്ലെയർ ആണ്. നമുക്ക് ലലാനയ്ക്ക് ശേഷം ഒരു 2 ഇത് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഇറ്റ് വാസ് റിയലി ഫൺ വാച്ചിങ് ഹിം ആക്ച്വലി. അടിപൊളി കളിയായിരുന്നു. പിന്നെ എല്ലാരും നിക്കോ ഓറൈലിനെ എല്ലാരും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്. ലെഫ്റ്റ് ബാക്ക് ആണ്, അങ്ങനെയാണ്, ലെഫ്റ്റ് വിങ് കളിക്കും. പക്ഷെ ഞാൻ കുറെ ഈ അക്കാഡമി കളിയെ കണ്ടാണ്, ആള് നമ്പർ 10 ആണ്. അറ്റാക്കിംഗ് അതാണ് ഇത്. പെപ് ഗാർഡിയോള പറഞ്ഞു ഹീസ് ഹാവിങ് ദ ഇൻസ്റ്റിങ്സ് ഓഫ് നമ്പർ 9, ഹീസ് റൈറ്റ് ദെയർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മൂപ്പര് അക്കാഡമി കളി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ആള് ഒരു അറ്റാക്കിംഗ് നമ്പർ 10 ആണ്. സോ അത് നമ്പർ 10 നമുക്ക് ഇൻസ്റ്റിങ്സ് ഒക്കെ അറിയാലോ. എന്തായാലും ആ ഒരു സ്കോറിംഗ് പൊസിഷനിൽ വരും. മെക്കാലിസ്റ്റർ എപ്പോഴൊക്കെ ഇങ്ങനെ വന്ന് ഹെഡർ ഗോൾ അടിച്ചിട്ടുണ്ടോ അതുപോലെ ആ ഒരു പ്ലെയറും വരുന്നതിൽ എനിക്കൊരു അതിശയം തോന്നുന്നില്ല. ഈ അവിടെ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ആള് ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് അകത്ത് വന്ന് ഗോൾ അടിക്കുന്നു. ടാലന്റിന്റെ പണി ആള് ചെയ്യും. അടുത്ത കളി സ്ലോട്ട് വേർഡ്സിന് ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ കളി ഗംഭീരായിരുന്നു. അതായത് ചെൽസി അങ്ങനെ പിടിച്ചു നിന്നു. കുറെ ചാൻസസ് ഒക്കെ കിട്ടി, ഇല്ല എന്ന് പറയുന്നില്ല. മറ്റേ സിറ്റിയുടെ ഗോൾ കീപ്പർ നല്ലോണം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാൻസസ് കിട്ടി. സിറ്റി എറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് മറ്റേ എന്റെ പേരെന്താ, റോഡ്രി കുറെ മിസ്പാസ് ഉണ്ടായിരുന്നു. സോ അതില് ക്യാപിറ്റലൈസ് ചെയ്യില്ല. അതായത് അവരുടെ ഈ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യാനുള്ള പേസ് ഒന്നും ഈ കോൾ പാർമറിന് ഇല്ല. കളി ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ഓടി തോൽപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ആ ഒരു പേസ് ഫാക്ടർ അവിടെ ഇല്ലായിരുന്നു. നെറ്റോന് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ നെറ്റോയുടെ സൈഡിൽ പിടിച്ചു നിൽക്കാൻ ആ കുസാനാവും പിന്നെ അതുപോലെ തന്നെ മത്തേസ് ന്യൂനസ് ഉണ്ട്. മത്തേസ് ന്യൂനസിന് പേഴ്സണലി ആള് അറിയാം എങ്ങനെ പെഡ്രോ നെറ്റോ കളിക്കുന്നു. സോ രണ്ടുപേരും ഒരേ നാഷണാലിറ്റിയിൽ കളിക്കുന്നുണ്ട്. അവന്മാർക്ക് ഷോൾഡർ ടു ഷോൾഡർ ആയാലും നിൽക്കാൻ പറ്റി. മെറ്റോനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സർപ്രൈസിങ് വാസ് സൈസിഡോനെ അവർ ഒന്നുമില്ലാതാക്കി. അതാണ് ഞാനത് ഒന്നും ചെയ്തില്ല അവിടെ. അതായത് ഓടി തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പേസ് ഇല്ല, സൈസും ഇല്ല. അവന്മാരിങ്ങനെ മുന്നിൽ കയറി നിന്നു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു പ്രഡിക്ഷൻ വേണേ പറയാം, കോൾ പാമർ വിൽ ലീവ് ചെൽസി ദിസ് സമ്മർ and he'll probably go to Manchester United mostly. അത് ഓൾറെഡി നേരത്തെ കേട്ടു തുടങ്ങിയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയിട്ട് എവിടെ കളിക്കാനാ? മറ്റേ മത്തേസ് കൂനിയ ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, അമാദ് ഉണ്ട്. എവിടെ പോയി കളിക്കും? അവർക്ക് നെക്സ്റ്റ് സീസൺ വലിയ സ്ക്വാഡ് വേണ്ടേ? അവര് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാവൂലേ ഇത്തവണ? അവര് മത്തേസ് കുനിയ, എംബോമോ ഉണ്ട്, അമാദ് ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ്. എവിടെ കളിക്കാനാ? അവിടെ പോയി മിനി ചെൽസിയാ അവിടെ ഒരു ക്വസ്റ്റ്യൻ കളിക്കാൻ 4 പേര് കളിക്കുന്നുള്ള എന്റെ ടെൻഷനല്ലോ. അതെ, കളിക്കാൻ വേണ്ടി ആയിരിക്കില്ല മേടിക്കണതേ. അങ്ങനെയാണല്ലോ. അതുപോലെ ചെൽസി വെക്കുവോ? 2023 വരെ അങ്ങനെ കോൺട്രാക്ട് ഇല്ലേ? അല്ല, ചാമ്പ്യൻസ് ലീഗും ഇല്ലെങ്കിൽ അവന് വെറുതെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അടുത്ത സീസൺ വേൾഡ് കപ്പും ഇല്ല, എല്ലാരും മൂവ് ചെയ്യും. ഈ സമ്മറിൽ എല്ലാത്തിനും ഈ എന്താ പറയാ, നമ്മുടെ ലൈസൻസിന്റെ വാലിഡിറ്റി പോലെയാണ്. 12 കൊല്ലം 13 കൊല്ലം ഒക്കെയാണ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, ഷോക്കിംഗ് റിസൾട്ട് ഓഫ് ദ വീക്കെൻഡ്, ആർസണൽ വേഴ്സസ് ബോൺമത്ത്. ഞാൻ ആദ്യം സുദീപിലേക്ക് പോകുന്നു. സുദീപ് പാവം ആർസണൽ ഫാൻസിനെ അർട്ടേറ്റന്റെ പെണ്ണ് പിടിച്ചുള്ള ട്രെയിനിങ്ങിനൊക്കെ വളരെയധികം പുകഴ്ത്തിയിരുന്നു. എന്ത് പറ്റി? ബോൺമൂത്തിന്റെ പ്ലേസിന്റെ കൈമിൽ പെണ്ണുണ്ടായിരുന്നില്ല. എന്ത് കളിയാണ് വളരെ അല്ല, എഫക്റ്റീവ്ലി ദ ലീഗ് ഈസ് ഇൻ സിറ്റീസ് ഹാൻഡ്സ് നൗ. If City runs with the perfect results. അല്ല, കൺഗ്രാചുലേഷൻസ് പറഞ്ഞ ആള് തന്നെ സിറ്റിയുടെ കയ്യിലാണ് ഇപ്പൊ ലീഗ് എന്ന് പറയുമ്പോ അതേന്ന് പറയാ. ഞാൻ മാത്രമല്ല കൺഗ്രാജുലേഷൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല ക്രിസും പറഞ്ഞു അല്ലേ കൺഗ്രാജുലേറ്റ് ചെയ്തില്ലേ? അല്ല അതാ നമ്മള് പറഞ്ഞു, നമ്മളിങ്ങനെയാവുന്ന പ്രതീക്ഷിച്ചില്ലല്ലോ. അല്ല, ഇത്രയും വലിയൊരു ബോട്ടിലിംഗ് ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കുക. അല്ല ഇപ്പൊ അല്ല അവർക്ക് ഒരേ കളിച്ച ജയിക്കാനൊക്കെ പറ്റും. സമയമുണ്ട്. എങ്ങനെ ഇതിനെ തിരിച്ചു വരുന്നുള്ളതാണ്. എങ്ങനെ ഈ ഒരു ഇത്രയും ഡൗൺ ആയി, ഇപ്പൊ ഏകദേശം ഈക്വൽ ആയി, ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ തിരിച്ച് ഫൈറ്റ് ചെയ്ത് വരുമോ എന്നുള്ളതാണ്. പക്ഷെ അറിയില്ല, മെന്റലി സിറ്റിയുടെ ഗെയിം ഓഫ് ഹാൻഡ് ലാസ്റ്റ് മാച്ചിന്റെ 3 ദിവസം മുന്നേ. അല്ല, നെക്സ്റ്റ് വീക്കെൻഡ് തീരുമാനമാവും. ഇഫ് സിറ്റി ആർസണൽ can get a draw out of the next game, then maybe back to Arsenal അല്ലേ. But if City win that game, everything changes. പ്രഷർ വരും പിന്നെ അങ്ങോട്ട്. എന്താ പറ്റി? ഞാനൊരു നല്ല ഒരു ഇത് കണ്ടു. അതായത് ഇറയോള പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്, I just copied what Pep Guardiola did na. എക്സാക്ട്ലി. അവരുടെ ഡിഫൻഡേഴ്സിനെ ബോൾ കൊടുത്തു, അങ്ങനെ കൊടുത്തു. ഡിഫൻഡേഴ്സിനെ ഒന്നും ചെയ്തില്ല, വെറുതെ നിന്നു. സോ ആർസണൽസ് ഇഷ്യൂ, ആർസണൽസ് ഗ്രേറ്റസ്റ്റ് സാധനം ഒന്ന് സെറ്റ് പീസ് ആണ്. ലീവ് ദാറ്റ് അപ്പാർട്ട്. സെറ്റ് പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ദിസ് റൈസ് സുബിമെൻഡിക്ക് ബോൾ കിട്ടിയിട്ട് ദേ സ്പ്രെഡ് ഇറ്റ് ഔട്ട്, റൈറ്റ്? അതിന് പകരം അവരെ കട്ടിങ് ചെയ്യാ, ഗബ്രിയലിനും സലീബക്കും ബോൾ കൊടുക്കുക, എന്നിട്ട് പറയാം നിങ്ങൾ വേണേ ലോങ് അടിച്ചോ എന്നുള്ളത്. അടിച്ച് നമ്മൾ തിരിച്ചുകൊണ്ടിരും, എന്നിട്ട് വീണ്ടും അവർക്ക് കൊടുക്കും, നിങ്ങൾ വീണ്ടും ലോങ് അടിച്ചോ. ദിസ് ഇസ് വാട്ട് ദേ ആർ ഡൂയിങ് നൗ. എല്ലാവരും ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പണിയാവും. ഇപ്പൊ തന്നെ ചില റൂമറുകൾ വന്നു തുടങ്ങിട്ടോ ഈ ആർട്ടേറ്റന്റെ. അതായത് പോയി കഴിഞ്ഞാൽ ഫാബ്രിഗസിനെ തിരിച്ചു കൊണ്ടുവരും, അല്ല മീൻസ് ഫാബ്രിഗസ് വരും അടുത്ത വർഷം. ഇത്തവണ ലീഗ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് കിട്ടിയില്ലെങ്കിൽ ഫാബ്രിഗസിനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. മൂന്നാഴ്ച മുന്നേ വരെ ആർട്ടേറ്റ പുതിയ ഡീല് സൈൻ ചെയ്യുന്ന അവസ്ഥയാണ്. 1-2 ബോട്ടിൽ ചെയ്താലും ഒരു സ്റ്റേജ് ജയിക്കാറുണ്ട്. ഇപ്പൊ 4 ക്വാഡ്രപ്പിൾ ബോട്ടിലിംഗ് കുഴപ്പമൊന്നും. ഇതെങ്ങാനും സിറ്റി ജയിച്ച ആ ഒരു ഫാന്റെ ഒരു വീഡിയോ അല്ലേ, അത് പ്രോബബ്ലി ബ്രേക്കിംഗ് ദ ഇന്റർനെറ്റ് കൈൻഡ് ഓഫ് വൈറൽ സാധനമായിരിക്കും. സംഭവം ഇപ്പൊ അവന്മാര് അർട്ടേറ്റന്ന് തിരിച്ചിട്ട് ഒരു പ്ലെയർ ബ്ലെയിമിംഗ് ലെവലിലേക്ക് എത്തി. ഇപ്പൊ ആർക്കും സുബിമെന്റിനെ ഇപ്പൊ വേണ്ട. അവൻ ഈ മലയും പുഴയൊക്കെ കടന്നു വന്നിട്ട് അവസാനം ഇവിടെ വന്നിട്ട് അവന്മാരെയൊക്കെ പഴിയേക്കാനായിട്ട് ആവശ്യമില്ലാത്ത പരിപാടി. ആള് ഈ പ്രീമിയർ ലീഗിന്റെ ഫിസിക്കാലിറ്റി മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പാനിക് പാസിംഗ് ആണ്, എങ്ങോട്ടെങ്കിലും പാസ് ചെയ്യണം. നമ്മൾ തന്നെ ഒരു കളി കണ്ടാണ് ആ റയക്ക് മിസ് പാസ് ചെയ്തത്. അതുപോലെ കുറെ എണ്ണം മിസ് പാസിംഗ് ഉണ്ട്. ആളുടെ ഇങ്ങനെ പെർഫോമൻസ് ആദ്യം സ്കോർ ചെയ്ത് വരുന്നപ്പോൾ സുബിമെന്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ അത് മറിച്ചായി. ആൾക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പ്രീമിയർ ലീഗ് ലെവലിനോട്. ആളെ ഈ ഡെക്ലൻ റൈസിന്റെ കൂടെ ഇറക്കുമ്പോൾ റൈസിന്റെ പെർഫോമൻസ് ലോ ആകുന്നു. ആകെ ഇന്നലത്തെ ആ കളിയിൽ മര്യാദയ്ക്ക് ഏകദേശം കളിച്ചത് ആദ്യത്തെ ഗോളിന് ചാൻസ് ഒരുക്കിയെങ്കിലും ബെൻ വൈറ്റും ഗ്യോക്കെറസ് ആണ് ഒരുവിധം മര്യാദയ്ക്ക് കളിച്ചത്. ഫസ്റ്റ് ഗോളിന്റെ ആ ഒരു പാസിങ് ഒരുക്കി കൊടുത്ത് ബെൻ വൈറ്റ് ആണ്. കറക്റ്റായിട്ട് കയറിപ്പോയി ആ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു പാസ് ചെയ്യാനായിട്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്നിട്ടും ആളാണ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ
പെർഫോമൻസ് ലെവൽ നമ്മൾ ആലോചിച്ചിട്ട് നോക്കണം. ദേ ആർ ആക്ച്വലി ഡൗൺ. സോ ഇത് ആക്ച്വലി ടാക്ടിക്കലും ടാക്ടിക്കലോ അല്ലെങ്കിൽ പെർഫോമൻസോ അല്ല. ദിസ് ഇസ് മോർ അബൌട്ട് പ്രഷർ, റൈറ്റ്? കാരണം റയ പോലും ദർ ഇസ് നോ പ്രഷർ, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇത് പണി കിട്ടുവോ ഇല്ലെങ്കിൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ച റഷ്യൻ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട് എല്ലാവർക്കും. മേ ബി ഡെക്ലർ റൈസ് ഒഴികെ ആ ചങ്ങായി മാത്രമാണ് എല്ലാവർക്കും എപ്പോഴും ബീക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ബാക്കി എല്ലാവരും ദേ ആർ റഷിങ് ഇറ്റ്. അല്ല ഇത്രയും ഈ എല്ലാ സീസണിലും ഇങ്ങനെ ഈ ബോട്ട്ലിയ അങ്ങനെയുള്ളത് അങ്ങനെ വരില്ല. ആക്ച്വലി അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. കാരണം ഇതൊരു ബ്രേക്ക് വരുമല്ലോ അതില്. എനിക്ക് തോന്നില്ല ഇത്തവണ അങ്ങനെ പ്രശ്നം ഉണ്ടാവും തോന്നില്ലേ. ഇപ്പൊ ടേബിളിൽ ഇങ്ങനെയൊക്കെ വന്നാലും ഇനിയും അവർക്ക് ചാൻസ് ഉണ്ട്, ജയിക്കാനൊക്കെ പറ്റും. മര്യാദക്ക് കളിച്ച് ജയിക്കാനേ പറ്റും. സോ ലൈക്ക് ഐ റിയലി വറി ലൈക്ക് ഈ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി കൊടുത്തത് എനിക്ക് ഐ റിയലി ലൈക്ക് മറ്റേ ടിംബറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡിഫൻസീവ്ലി പ്രോപ്പർ ആണ്. സോ ആ ഒരു സ്റ്റെബിലിറ്റി ആള് കൊടുത്തിട്ടുണ്ട്. സെന്റർ ബാക്കിന് കവർ ചെയ്യുന്ന സമയത്ത് കവർ ചെയ്തിട്ടുണ്ട്. സോ ആളിന്റെ അഭാവം എന്തായാലും അവിടെ കാണുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സോ ഇറ്റ്സ് ആക്ച്വലി എന്താ പറയാ, നമുക്ക് നേരത്തെ ഫിനിഷ് ചെയ്യുന്ന പ്രതീക്ഷിച്ചു സിറ്റിയുടെ പൂർ റൺ. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഫെബ്രുവരിയിൽ ഉള്ള ആ ഒരു റണ്ണ്, ഫെബ്രുവരി സിറ്റിയുടെ ആ ഒരു വിന്നിംഗ് റണ്ണ് ഇപ്പൊ തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആർസണലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റു നോർത്ത് ക്ലബിനെ കുറിച്ച് പറയണം. നേരത്തെ ഗണേശൻ പറഞ്ഞു, നമുക്ക് അത് 2 മാച്ചിന്റെ റിസൾട്ട് ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. വെസ്റ്റ് ഹാം Wolves, Sunderland, Spurs. Spurs are officially in the top zone. Too big to go down? അത് പറയാനും പറ്റുന്നില്ല. Still they are too big to go down. But എന്താണ് അവസ്ഥ അവരുടെ? ആരും വന്നിട്ടും കാര്യമില്ല തോന്നുന്നില്ല ഇപ്പൊ. അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ഞാൻ പറഞ്ഞില്ല സണ്ടർലാൻഡ് മാച്ച് അവർ ജയിക്കില്ല. പക്ഷെ അവര് 3 കളി ജയിക്കാനുള്ള കളികൾ അവർക്ക് വരുന്നുണ്ട്. അവർ ആ 3 കളി ജയിക്കും, അവര് റെലിഗേറ്റ് ആവില്ല. അതാണ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യണത്. നോട്ടിംഗം അവരുടെ പ്രശ്നം ഇപ്പോ അവര് 3 കളി ജയിക്കുന്നതല്ല. നൗ ദർ ഇസ് എ 2 point പുഷൻ അല്ലെ വെസ്റ്റ് ഹാമിന്. 32 points എന്തോ ആണ്. ഇനി അത് ബിൽഡ് ചെയ്ത് വന്നാലാണ് പ്രഷർ. ഇപ്പൊ അവർ വെസ്റ്റ് ഹാം നെക്സ്റ്റ് മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവര് ജയിച്ച് ക്യാൻസൽ ആയി പോകും. എനിവേ സ്പേഴ്സ് എന്താ പറയാ, ഇറ്റ്സ് എ ടു ബിഗ് ക്ലബ്, 2 big players. എല്ലാരും ഇപ്പോ ആദായ വിലക്ക് ഏതൊക്കെ പ്ലേയേഴ്സിനെ കിട്ടുക അവിടെ നിന്നൊക്കെ ആലോചിച്ചു തുടങ്ങി. ചിലർക്ക് അത് മാത്രല്ല അടുത്ത കളി ഡിസർബിയുടെ പഴയ ടീം ബ്രൈറ്റന്റെ കൂടെയാണ് ഹോം മാച്ച്. അതല്ല ഇവർക്കിനി വീക്ക് ബൈ വീക്ക് നോക്കണ്ടേ. നോട്ടിംഗ്ഹാമിന് അടുത്തത് ബേൺലി ആണ്. ദേ പ്രോബബ്ലി വിൽ വിൻ ദാറ്റ്. അപ്പൊ ആ ഈച്ച് ഗെയിം ഇറ്റ് കീപ്സ് ഓൺ ആഡിങ്. ടോട്ടാലിറ്റി വെച്ച് നോക്കുന്നതിനെ കൊണ്ട് അടുത്ത കളി ആദ്യം ടോട്ടനമിന്റെ കളി ആണെങ്കിൽ ഓക്കെ ദേ വിൻ എന്നറിയാം. നോട്ടിംഗ്ഹാം ജയിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? പരമാവധി ശ്രമിച്ചു സ്പേഴ്സിന് ജയിപ്പിക്കാനായിട്ട്. പെനാൽറ്റി ഒക്കെ കൊടുത്ത് അടുത്ത് പെനാൽറ്റി ബോക്സിന്റെ അടുത്ത് ഫ്രീ കിക്ക് ഒക്കെ കുറെ കൊടുത്ത് പരമാവധി ഡ്രോ ആക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ക്രിസ് പറയുന്ന പോലെ ആ ഒരു സെന്റർ ഫോർവേഡിന്റെ ഹോൾഡ് അപ്പ് പ്ലേ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ പ്രഷർ ഉണ്ടോ അയാള് ആ ഫൗള് മേടിച്ചിട്ടുണ്ട്. അത് എന്തായാലും നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആള് കൈയിട്ട് ഈ ഷോൾഡറിലൊക്കെ പിടിച്ച് നിർത്തും. ആ സമയത്ത് ആള് വീഴണം. കറക്റ്റായിട്ട് ആ ടൈമിങ്ങിൽ വീണില്ലെങ്കിൽ അതും കിട്ടില്ല. സോ ക്രെഡിറ്റ് ടു സെന്റർ ഫോർവേഡ്, അതും പറയണം. സോ അങ്ങനെ കുറെ ടൈം അവർക്ക് കിട്ടിയിട്ടുണ്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ആ ഒരു മൊമെന്റം ആർക്കും കിട്ടിയില്ല. പിന്നെ നമ്മള് മറ്റേ കിൻസ്കിയുടെ മറ്റേ UCL പെർഫോമൻസിന് ശേഷം ഈ മാച്ച് കാണുമ്പോൾ ഈ പ്രൊഡ്യൂസ് സം ഗുഡ് സേവ്സ്. ആക്ച്വലി ഇറ്റ് വാസ് റിയലി നൈസ്. ബട്ട് 1-0 തോക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഹാർട്ട് ബ്രേക്ക് ഓൺലി. പറയുന്നില്ല സ്പേഴ്സിനെ പോലുള്ള ഒരു ടീം റിലഗേഷൻ ബാറ്റിലൊക്കെ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. ഇല്ലാന്ന് പറയും. സ്പേഴ്സിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പൊ റൊമേറോ ഇഞ്ചേർഡ് ആയി. റൊമേറോ ഇനി ഈ സീസണിൽ ഉണ്ടാവില്ല. വേൾഡ് കപ്പിൽ പോലും അത് എഫക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഇഞ്ചുറി. അപ്പോ റൊമേറോ സീസൺ ഔട്ടായി. അപ്പോ ഡിഫൻസിൽ അത് വലിയൊരു അടിയായിരിക്കും. ഡിഫൻസിൽ മാത്രമല്ല, ചിലപ്പോ ചില ക്രൂഷ്യൽ ഗെയിംസിൽ ഗോൾ അടിക്കുകയൊക്കെ ചെയ്യുന്ന റൊമേറോ കൂടിയാണ്. അങ്ങനെ ഒരു
ഒരു പ്രസൻസും കൂടിയാണ്, ലീഡർഷിപ്പ്, ഒരു പ്രസൻസ് ആണ് അവരുടെ ടീമിൽ. പക്ഷെ അത് അവർക്ക് നഷ്ടപ്പെടുകയാണ് ഇതിൽ. അപ്പോ ഓക്കെ, അതും ഭയങ്കര ക്രൂഷ്യലായിരിക്കും. എന്നാ തന്നെ എനിക്ക് ഫീൽ ചെയ്യണത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ്. ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും റെലിഗേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടനം, വെസ്റ്റ് ആൻഡ് നോട്ടിംഗ്ഹാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. There is a surprising thing. Leeds is still not out. അവരിന്ന് യുണൈറ്റഡ് ഉണ്ടല്ലോ. So if they actually lose versus United, they can even go below Nottingham. Yes. Forest, Villa, Brentford, Everton, again results which went in our favor. Those are all mid-table games. ഇനിയിപ്പോ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് പറഞ്ഞ കാര്യമില്ല. ന്യൂകാസിൽ ലോസ്റ്റ് ടു പാലസ്. അതിനകത്ത് ഒറ്റ കാര്യം കൂടി ആഡ് ചെയ്തിട്ടെ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം പറയാണ്ട് പറ്റില്ല. കാരണം ഇത്തവണ പ്രീമിയർ ലീഗിൽ റെലിഗേറ്റ് ആവേണ്ട ടീം നോട്ടിംഗ്ഹാം ഫോറസ്റ്റാണ്. കാരണം അവരുടെ മാനേജേഴ്സിനെ സാക്ക് ചെയ്യുന്ന കാര്യങ്ങള്, ആ ഒരു പാറ്റേൺ തന്നെ ഒട്ടും യോജിക്കാൻ പറ്റുന്നതല്ല. അത് ആ ടീം അങ്ങോട്ട് താഴെ പോട്ടെ, അത് നമുക്ക് അങ്ങനെയുള്ള ഇതിലാണ് അതന്നെ. ഇങ്ങനെ അതൊരു പ്രീമിയർ ലീഗില് നമ്മുടെ ലിവർപൂളൊക്കെ പോലെ ക്ലബൊക്കെ കളിക്കുമ്പോ അതിനോടൊന്നും യാതൊരു, നമ്മുടെ ഓണർഷിപ്പ് ഒക്കെ കണ്ടില്ലേ, നമ്മൾ കിടിലൻ ഓണർഷിപ്പ്, അതൊക്കെ വെച്ച് നമ്മുടെ കീ ടോപ്പിക്കിൽ ഇത് പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർ ഇന്ന് എല്ലാരും കിളിപോയ പോലെ സംസാരിച്ചോണ്ടിരിക്കുക. പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാര് മൊത്തം PSG ടെൻഷൻ അയച്ച് സംസാരിക്കുമ്പോൾ നമ്മള് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും മറ്റേ ന്യൂകാസിലിന്റെ പ്രശ്നങ്ങളൊക്കെയാ പറയുന്നത്. ന്യൂകാസിലിന്റെ പ്രശ്നം വീണ്ടും വിട്ടു. എഡി ഹൗ വീണ്ടും അണ്ടർ പ്രഷറാണ്. എനിവേ, നമുക്കിനി പറയാനുള്ളത് ലിവർപൂൾ PSG. പറഞ്ഞോ ഗണേഷ, എഡി ഹൗ പ്രഷറിലൊന്നും അല്ല, നമ്മുടെ അതേ ആർനെ സ്ലോട്ടിന്റെ അതേ അവസ്ഥ തന്നെയാണ്. എഡി ഹൗ സമ്മറിലെ ആർനെ സ്ലോട്ടിന് കണ്ണും പൂട്ടി എപ്പ ഏത് മീറ്റിംഗിൽ പോയി ഉറക്കത്തിന് ചോദിക്കുക എന്തിനാ നിക്കുന്നത്, ഐ വൺ എ ലീഗ്. എഡി ഹൗവിനും ആ കപ്പ് ജയിച്ചതുകൊണ്ട് സമ്മറിലാണ് അവര് ഇവാലുവേറ്റ് ചെയ്യാൻ പ്ലാൻ. ഇപ്പൊ എന്തായാലും പകുതി വെച്ച് എന്തായാലും അയക്കില്ല. അല്ല, പകുതി വെച്ച് ആരും അയക്കാൻ പോകില്ല. ഈ സീസണിൽ സാക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഈ സീസണിൽ സാക്കിംഗ് ചാൻസ് ഉള്ളതാകെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലുള്ളൂ. അത് എപ്പോഴും സംഭവിക്കും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഡിസർവ് വെച്ചിട്ട് പോയാലും പോകും, അതും പറയാം. അതൊരു സൈഡ് ഉണ്ട്. അത് മിക്കവാറും ക്ലോസ് ആയിരിക്കും. കാരണം റെലിഗേറ്റ് ആയ ഞാൻ ഉണ്ടാവില്ല, എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പേടിയായതുകൊണ്ടാണ് നമ്മൾ വേറെ എന്തൊക്കെയോ പറയുന്നത്. എന്തോന്ന് പേടി? ഗണേശ കോൺഫിഡന്റാ? കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലേ. ഞാൻ നമ്മുടെ ടീം മര്യാദക്ക് കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മാത്രം. അതായത് ഒരു പ്രോപ്പർ ഗെയിം കാഴ്ചവെച്ചാൽ മതി. ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോകും, നമ്മൾ PSG പൊട്ടിക്കുന്നു പറയില്ല. ജസ്റ്റ് പ്ലേ ഗുഡ് ഫുട്ബോൾ. എന്നിട്ട് തോറ്റാലും എനിക്ക് കുഴപ്പമില്ല. സത്യം, ആ ഒരു ട്രൈ ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. കുറെ വീരവാദമൊക്കെ മുഴക്കിയിട്ടുണ്ട് സ്ലോട്ട്. ഞാൻ പ്രസ് കോൺഫറൻസ് ഇരുന്ന് കണ്ടു, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ മാറ്റുന്നുണ്ട്, ഞാൻ അതൊന്നും പ്രസ് കോൺഫറൻസിൽ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൊബോസ്ലായും കുറെ പറഞ്ഞു, വി ഹാവ് സംതിങ് പ്ലാൻഡ് ആൻഡ് വിൽ ട്രൈ ടു എക്സിക്യൂട്ട് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഗ്രസീവ് ഫുട്ബോൾ കളിക്കും, അവരുടെ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താണ് ഉത്തരം എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം പ്രസ് കോൺഫറൻസിൽ അത് പറയാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ട് ഇവരിങ്ങനെ ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. പടം അങ്ങനെയാണ്, സിനിമ അങ്ങനെയാണ്, സിനിമ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ട്വിസ്റ്റ് ഇവിടെ ട്വിസ്റ്റ് കണ്ടാലേ അറിയുള്ളൂ, കണ്ടു നോക്കണം. വുഡ്മാൻ ഗോൾ കീപ്പർ, മറ്റേ റാംസി റൈറ്റ് ബാക്ക്, ഗോമസ് സെന്റർ ബാക്ക് എന്ന് പുതിയ ചേഞ്ച് അറിയില്ല. എല്ലാരും പറഞ്ഞു. ഞാൻ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ വിവിഡിയോട് ചോദിച്ചു, വിൽ ദർ ബി എ കം ബാക്ക് അറ്റ് ആൻഫീൽഡ് എന്ന് പറഞ്ഞു. അപ്പൊ ആള് അതിന് എസ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ആള് ആ റിസൾട്ടിൽ തൊട്ടും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് hope the Anfield crowd helps us for a memorable game എന്ന് പറഞ്ഞ് നിർത്തി. അപ്പോഴും മെമ്മറബിൾ ഗെയിം എന്ന് പറഞ്ഞിട്ട് ജയിക്കും അവന്മാരെ പൊട്ടിക്കും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. സൊബോസലായും പറഞ്ഞിട്ടില്ല,
സുബോസല പറഞ്ഞത് ദർ ഇസ് എ പ്ലാൻ ആൻഡ് വീൽ എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു നല്ല ഹൈ എൻഡ് അറ്റാക്കിംഗ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വിൽ ബി ഗുഡ് വാച്ച്. ന്യൂട്രൽസ് ആയാലും ശരി, ലിവർപൂൾ ഫാൻസ് ആയാലും ശരി, ബി എ ഗുഡ് വാച്ച്. നമുക്ക് ആ ഒരു പഴയ ഒരു ഇന്റൻസിറ്റി, മേ ബി ഞാൻ ഗലാട്ടാസറെ ഗെയിം തന്നെ ഞാൻ പറയുന്നില്ല, അതിനേക്കാട്ടിലും വി ഹാവ് ടു പുട്ട് ദ എഫേർട്ട്. ആ ഒരു എഫേർട്ട് ലെവൽ ഹൈ ആയിരിക്കണം. അവന്മാരെ ഓടി തോൽപ്പിക്കാൻ പറ്റില്ല, എന്നാലും വി ഹാവ് ടു ഡു ദാറ്റ്. നമ്മൾ ഈ ഗ്രാവൻബർച്ചും മെക്കാലിസ്റ്ററും വെച്ച് ഓടിക്കാൻ പറ്റില്ല. സോ നമ്മുടെ വഴിക്ക് അവന്മാരെ കൊണ്ടുവരണം. സോ ആ ലെവൽ ഗെയിം നമ്മൾ എന്തായാലും നാളെ കാഴ്ചവെക്കണം, എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിനെക്കാട്ടും സ്റ്റാർ സ്റ്റഡഡ് ടീം ബാർസലോണയെ തോൽപ്പിച്ചതാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സോ ആ ലെവൽ ഗെയിം അവിടെ കാഴ്ചവെച്ചാൽ മാത്രം നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഓബിനാർ നെവർ ഗിവ് അപ്പ് ടീഷർട്ട് അടുത്ത പോഡ്കാസ്റ്റിൽ ഇടാൻ പറ്റുള്ളൂ. സോ ആക്ച്വലി അത് ഞാൻ പറയാൻ വന്നത്, വാട്ട് വിൽ ബി വെരി വൈറ്റൽ ഇൻ ദിസ് ഗെയിം ഇസ്, നമ്മൾ ആ സെയിം ബാർസ ഗെയിം റെഫർ ചെയ്യുന്നല്ലോ, വി നീഡ് ആൻ ഏർലി ഗോൾ. ആൻഫീൽഡ് ക്രൗഡ് വിൽ ബി അപ്പ് അറ്റ്ലീസ്റ്റ് ആ ഇനീഷ്യൽ ഫേസിൽ. ആ ഒരു സമയത്ത് ഇഫ് യു ക്യാൻ ഗെറ്റ് എ ഗോൾ, അവര് വേണമെങ്കിൽ കൂവി തോൽപ്പിക്കും PSG-നെ. ആ ഒരു ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി വി മൈറ്റ് നീഡ് ആൻ ഏർലി ഗോൾ. PSG ബ്ലാങ്ക് ഔട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ദേ പ്രോബബ്ലി മൈറ്റ് സ്കോർ. ടു മച്ച് ഓഫ് എ സ്റ്റാർ സ്റ്റഡഡ് ലൈൻ അപ്പ് ടു നോട്ട് സ്കോർ നമ്മുടെ ടീമിനെതിരെ, പ്രത്യേകിച്ച് ഈ സമയത്ത്. ബട്ട് ഒരു ഫൈറ്റിംഗ് ചാൻസ് എങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ഫസ്റ്റ് 15 മിനിറ്റ്സിനുള്ളിൽ നമുക്കൊരു ഫസ്റ്റ് ഗോൾ എങ്ങാനും വന്ന് ക്രൗഡ് ഫുൾ പമ്പപ്പായി നിൽക്കണം. വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മാർക്കിനിയോസ് എങ്ങാനും വന്നിട്ട് പോയി വേർഡ്സിനെ എന്താ പറയാ ഒരു ഫൗള് വെച്ചിട്ട് അടിയുണ്ടാക്കാനൊക്കെ വന്നാല് അത്രയും സന്തോഷം. ഇഞ്ചുറി ആണല്ലോ, ബട്ട് സ്റ്റിൽ ആരും എൻറ്റയർ മൂഡ് മൊറാൽ ഇൻക്രീസ് ചെയ്യാൻ. ഫ്രിംപോങ്, കൊണാട്ടെ, വാൻ ഡൈക്ക്, കർക്കേസ്, I want Robertson. Gravenberch, മെക്കാലിസ്റ്റർ, വേർഡ്സ്, എക്കിറ്റിക്കെ, സല ആയിരിക്കും അല്ലേ? Szoboszlai. റിയോ കളിക്കൂ എന്നുള്ളതാണ്. റിയോ കളിക്കില്ല, റിയോ വോണ്ട് സ്റ്റാർട്ട്. ആർക്ക് പകരം? I think Szoboszlai will play false 9, Ekitike will play left, Salah will play right. പിന്നെ I wanted Words to play number 9, a false 9. കാരണം എന്താ വെച്ചാല് ഡ്രോപ്പ് ഇൻ ചെയ്തിട്ട് ബാക്കി രണ്ടാളെയും they need to bring them in. നമ്മളിപ്പോ ഫുള്ളാമിനെതിരെ ഗോൾ അടിച്ചാൽ കണ്ടില്ല. ദാറ്റ് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു പാസ് പോലും ആവണമെന്നില്ല. ഈവൻ ദാറ്റ് എന്താ ഡിഫ്ലക്റ്റഡ് അല്ലെങ്കിൽ റീബൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ സല നീഡ്സ് ടു ബി ഇൻ എ പൊസിഷൻ വെർ ഹി ജസ്റ്റ് ക്യാൻ സ്മാക്ക് ഇറ്റ്. ഒന്നും ആലോചിക്കണ്ട, നേരെ വരെ അടിക്കുക. എങ്ങനെ എന്താണ് വീണ്ടും 3 at the back കളിച്ചാൽ I won't be surprised with the Kerkez and Frimpong as wing backs, with Gravenberch, McAllister and then your forwards. പക്ഷെ അപ്പൊ ഒരാൾ ഡ്രോപ്പ് ഇൻ ചെയ്യണ്ടേ? ആരാണ് അവിടുന്ന് പോകുന്നത്? ഗ്രാവൻബർച്ചിന് ഡ്രോപ്പ് ഇൻ ചെയ്യേണ്ടി വരും ആസ് തേർഡ് സെന്റർ ബാക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ആര് ഹൂ സിറ്റ്സ് ഔട്ട്? അല്ല, I am saying Gomez may play. Gomez may play. Konate, Gomez, Van Dijk may play. പക്ഷെ ഡ്രോപ്പ് ഇൻ ചെയ്യുന്നത് അപ്പോഴും ഫ്രണ്ടിൽ ഒരാൾ കളിക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി either Words or Szoboszlai. അങ്ങനെ വരും. I think it will be one of McAllister and Gravenberch will go. കളിക്കാണ്ട് Gravenberch and എനിക്ക് ഫീൽ ചെയ്യില്ല അവരുടെ വിങ്ങേഴ്സ് ഇന്ന് മൊത്തം സിംഗ് ഔട്ട് ആട്ടാ. അല്ല, സംഭവിച്ച റിസ്ക് ആണ്. കാരണം അവരെ ഏറ്റവും വലിയൊരു തിങ് ഈസ് ദേ ഹാവ് പേസ് ഇൻ ദ വിങ്സ്, റൈറ്റ്? ഫ്രിംപോങ്ങും കെർക്കസും മുന്നോട്ട് പോയാൽ there is a wide open net that they can run into. വാൻ ഡൈക്കോ ഗോമസോ ലെഫ്റ്റിലോ റൈറ്റ്. ഞാൻ പറയുന്നത് ഫ്രിംപോങ്ങിനെ മാത്രം റൈറ്റ് ബാക്ക് കളിപ്പിച്ചു കഴിഞ്ഞാൽ പണി പാടും. പക്ഷെ ഈ ഒരു സമയത്ത് വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. You just have to have some bodies up front plus Frimpong. അല്ല, ഞാൻ പറയുന്നത് we may not start all attacking. 2-0 അല്ലേ ഉള്ളൂ. ഇപ്പൊ ടീം സ്ലോട്ട് ആണെങ്കിലും will be trying to win
the 90 minutes. If we can get to the 90 minutes with a 2-0 lead or 3-1 lead, ബാക്കി പിന്നെ നമ്മൾ നാളെ 4-3 കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവന്മാര് പഞ്ഞിക്കിടും. ഗെയിം വിൽ ബി ഓവർ ഇൻ 20 minutes. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് we may start with 3 at the back. We can't concede first. 3 at the back കളിച്ചിട്ട് എങ്ങനെ ഈ 2 goal ഡെഫിസിറ്റ് മാറ്റാനാ? നമുക്ക് നമുക്ക് 3 ഇല്ല എന്നുള്ളതാണ്. വേ വി സ്റ്റാർട്ടഡ് വാസ് 5 at the back. 3 പേരിന് പോലെ ഉള്ളൂ. So 5 at the back നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ we are not scoring goal. 3 at the back, 5 at the back. ഞാൻ പറയുന്നത് ഫ്രിംപോങ്ങിന് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കുറച്ചിട്ട്, ബിക്കോസ് ഫ്രിംപോങ് ആസ് എ പ്യുവർ റൈറ്റ് ബാക്ക് ഇസ് റിസ്ക് ഫോർ ടുമോറോസ് ഗെയിം. ഒരു ഒറ്റ ബ്രേക്ക് മതി. തിരിച്ചു അല്ല, നീ ഇപ്പൊ മേലെ കളിച്ചാലും ഫ്രിംപോങ് 4 at the back കളിച്ചാലും 3 at the back മേലെ കളിച്ചാലും ഇറ്റ്സ് ഹൈ റിസ്ക്. സോ ആ സൈഡിൽ വരുന്നത് ക്വാറാറ്റ്സ്കേലിയും മറ്റേ എന്താ പേര്, അവന്റെ പേര് പറഞ്ഞില്ല, മെൻഡസ്, ഇവരാണ് കയറി വരുന്നത്. അമ്മാരി ഓട്ടോ ഓടും. സോ അവിടെ ഒരു പ്ലെയറിന് അഗേൻസ്റ്റ് 2 പ്ലെയർ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വേണ്ടി വരും. സോ ആ ഒരു സിറ്റുവേഷനിൽ 4 at the back കളിക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി. ഡിപ്പെൻസ് ദ മിഡ്ഫീൽഡർ കവർ വൈൽ ഫ്രിംപോങ് പുഷസ് അപ്പ് ഫ്രണ്ട്. സാല ഓൾസോ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. കാരണം സാല ഏർലി സ്റ്റേജസിൽ ബോൾ മേടിച്ചിട്ട് ഫ്രിംപോങ്ങിന് പാസ് ചെയ്യുന്നതാണ് ഈ ഫുൾഹാം ഗെയിമിൽ കണ്ടത്. കുറെ ബോൾസ് പെട്ടെന്ന് ഏർലി റിലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ. സോ ഈവൻ സാല വാസ് ഡിഫെൻഡിങ് അഗെയിൻസ്റ്റ് ഫുൾഹാം. നന്നായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു. അതുപോലെ ആയിരിക്കും ഞാൻ ഗെയിം എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ 3 at the back കളിച്ചിട്ട് ഫ്രണ്ടില് നമുക്ക് ഫയർ പവർ ഇല്ലാതെയാവും, ഉറപ്പാവും. അത് ഒരുപാട് പ്രഷർ വരും. മിഡ്ഫീൽഡ് വേറൊരു ഇഷ്യൂ ഇല്ല. മിഡ്ഫീൽഡ് ഒരു നിറച്ച് നിൽക്കണം. അങ്ങനെ മേ ബി ലൈക് ഡിഫെൻഡ് ചെയ്യുമ്പോ ഇറ്റ് വിൽ ബി ലൈക് 4-4 ഇതുപോലെ നിൽക്കണം ഡിഫെൻഡ് ചെയ്യുമ്പോ മാത്രം. ആൻഡ് ഫ്രണ്ട് ടൂർ എന്തായാലും പ്രസ് ചെയ്യുന്ന പോലെ വരും. സോ ഒരു കളക്റ്റീവായിട്ട് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അവന്മാരെ അടിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. റിയലി ഗുഡ് ടീം. എങ്ങനെ വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ഏത് ലെവൽ ഡിഫൻസ് വേണമെങ്കിൽ അവന്മാരെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റും, ഉറപ്പാണ്. So only way ahead is going forward with full out attack അടിക്കുന്ന പോലെ. പക്ഷെ ഈ 3-5-2 അല്ലെങ്കിൽ 5-3-2 വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ സല വിൽ ബി ഇൻവേർഡ്. അങ്ങനെയാണെങ്കിൽ മെൻഡസ് ഇസ് ഫ്രീ. ആ ചങ്ങായി എങ്ങനെ ഫ്രീ ആക്കി എന്തായാലും ഇത് ഫ്രിംപോങ് എന്നല്ല ആര് നിന്നാലും ബാക്കോട്ടേക്ക് വരും. ഓൾറെഡി അവരെ വിങ്ങേഴ്സ് അവിടെ തന്നെ ഉണ്ട്. സോ ഇഫ് യു ഇൻവൈറ്റ് ഓർ ഗിവ് ഫ്രീ സ്പേസ് ടു മെൻഡസ്, അവരും അറ്റാക്കിൽ വരും. സോ 3 at the back എന്നതുകൊണ്ട് വി ആർ നോട്ട് സൗണ്ട് ഡിഫെൻസീവ്ലി. നമ്മളൊരു എക്സ്ട്രാ പ്ലെയറിനെയും കൂടി അറ്റാക്ക് സമ്മതിക്കുന്ന പോലെ ഔട്ട്പുട്ട് കിട്ടാൻ സാധ്യതയുള്ളത് സെറ്റ് പീസ് ആണ്. ഒരു നല്ലൊരു കോർണറും ഫ്രീ കിക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ സെറ്റ് പീസിൽ അവന്മാര് വലിയ ഡിഫെൻഡിങ് ഒന്നും ഇല്ല, ഓടിക്കാൻ പറ്റും. വിത്ത് ഹെൽപ്പ് ഫ്രം കൊനാറ്റെ ആൻഡ് വാൻഡൈക്ക് ഒക്കെ ഉള്ള സമയത്ത് കോർണേഴ്സും ഫ്രീ കിക്സും മര്യാദക്ക് എടുക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് ജയിക്കാൻ പറ്റും. ലൈക്ക് ദി ആർസണൽ വേ ജയിക്കാൻ പറ്റും. ഇതിങ്ങനെ സ്കോർ 2-2 ആവണം, എന്നിട്ട് ഒരു കോർണറോ ഫ്രീ കിക്കോ കിട്ടിയിട്ട് ഗോമസ് ഗോൾ അടിച്ച് 3-2 ആക്കണം. പിന്നെ കഥയെഴുതാൻ പറ്റും. അല്ല, എനിക്ക് ഫീൽ ചെയ്തേ സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസ് കണ്ടുല്ലോ. സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസിൽ പറയണത് ആ മിഡ്ഫീൽഡില് കൺട്രോൾ വേണം, കൂടുതൽ പൊസിഷൻ കിട്ടണം. അപ്പോ അതൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ള ഈ മാച്ചിൽ. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം വരുമ്പോ എന്തായാലും ഈ 3 at the back കളിച്ചിട്ട് അങ്ങനെ ഒരു പൊസിഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അത് ആ കൺട്രോൾ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി 3 at the back പകരം നമ്മൾ കളിക്കാറുള്ള പോലെ ഒന്നെങ്കിൽ 4-3-3 അല്ലെങ്കിൽ 4-2-2-2 അങ്ങനെയുള്ളതൊക്കെ കളിച്ചിട്ട് അത് കൊണ്ടുവരാനേ പറ്റില്ല. ഇതിപ്പോ 4-2-3-1 തന്നെയാണ് സാധ്യത. കാരണം അവരുടെ വിങ്ങിലുള്ള അഡ്വാൻറ്റേജ്, വിങ് പ്ലേയില് കൂടുതൽ പ്ലേയേഴ്സ് വരുന്നുണ്ട്, ഓവർലോഡ് ചെയ്യുക, അതൊക്കെ ഡിഫെൻസീവ് ആക്കാനും വിങ്ങേഴ്സ് ആയിട്ട് കളിക്കാനൊക്കെ സാധ്യതയുണ്ട് ഫോർവേഡ്സ്. പിന്നെ ഫീൽ ചെയ്ത് ലൂയിസ് എൻറിക്കയുടെ പ്രസ് കോൺഫറൻസ് കണ്ടിരുന്നു. അവരുടെ അപ്രോച്ചും കഴിഞ്ഞ മാച്ചിലെ പോലെ ആവാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ
ഒരു അറ്റാക്കിങ്. അതിൽ പറയാൻ കാര്യം പുള്ളി പറഞ്ഞത് ലിവർപൂൾ എന്തായാലും ജയിക്കാൻ വേണ്ടി അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ കുറെ സ്പേസ് ഞങ്ങൾക്ക് കിട്ടും, കളിക്കാനുള്ള സ്പേസ് അതിന്റെ ഇടയിൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞു. അപ്പോൾ എന്റെയൊക്കെ ഉദ്ദേശിക്കുന്നത് ലിവർപൂളിന്റെ അറ്റാക്ക് ചെയ്യണ സമയത്ത് പലരും കേൾക്കുമ്പോൾ ആ സ്പേസുകൾ ഗ്യാപ്പുകൾ വരുമ്പോൾ അതിൽ വെച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെയുള്ളൊരു സാധ്യതയും കൂടി അവർ കാണാം. അവർക്ക് അത് സ്പീഡിൽ പറ്റുകയും ചെയ്യും. പെട്ടെന്ന് ക്വിക്ക് പാസിംഗിലൂടെ പെട്ടെന്ന് അവർക്ക് അറ്റാക്ക് ചെയ്ത് കയറാൻ സാധിക്കും. അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു അപ്രോച്ചിലേക്കാണ് പോകാൻ സാധ്യത. എന്തായാലും അവർക്കറിയാം ആൻഫീൽഡിലുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു. കഴിഞ്ഞ തവണ അവിടെ വന്ന് കളിച്ചത് ഇതേപോലെ അപ്പൊ ഒരു അവിടെ പാരീസിൽ ചെയ്ത പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്കിംഗ് ഒരു ഇതിലേക്ക് പോവാതെ അവര് ലിവർപൂളിന്റെ പരമാവധി പ്രഷർ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം അതൊക്കെ ആ സ്പേസുകൾ ഉപയോഗിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്ത്, കാരണം ഒരു ഗോള് നമ്മൾ അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു ഗോൾ അങ്ങനെ അടിച്ചാൽ മതിയല്ലോ, അപ്പൊ തന്നെ 3-0 ആയി ടൈ. അപ്പൊ അവര് ആ ഒരു അപ്രോച്ച് എടുക്കാനാ സാധ്യത. അല്ലാതെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് പോയാൽ നമുക്ക് ചാൻസ് ഉണ്ടാക്കാനുള്ളൊരു അവര് ചെയ്യില്ല, കാരണം 2-0 അല്ലേ ഉള്ളൂ. അപ്പോ അതില് കൗണ്ടർ അറ്റാക്കിംഗ് അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം വെച്ചാൽ ഈ മറ്റേ ഹക്കീമി റൈറ്റ് ബാക്കിന്റെ ഒരു റോൾ തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സെന്റർ ഫോർവേഡ് പൊസിഷനിൽ വരെ ആള് ഓടിയെത്തുന്നുണ്ട്. സോ ആ ഒരു ഓപ്പൺ ഗെയിം അവരെന്തായാലും കളിക്കില്ല. ഇതിനെയാണ് ലൂയിസ് എൻറിക്കെ പറഞ്ഞത് ഇറ്റ് ഈസ് എ ട്രാപ്പ് ഗെയിം. ആ ഒരു ട്രാപ്പിലേക്ക് ഞങ്ങൾ വീഴില്ല എന്നാണ് ആള് അതിൽ ഉദ്ദേശിച്ചത്. സോ ആ ട്രാപ്പ് ഗെയിമിലാണ് ബാർസലോണ വീണത്. അവര് അവരുടെ സ്റ്റൈലിൽ കളിക്കാൻ നോക്കി, ജോർദി ആൽബ വരെ അറ്റാക്ക് ചെയ്ത് കളിച്ചു തുടങ്ങി. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അത് മുതലെടുത്ത് ഗോളടിച്ചു എന്ന് മാത്രം. സോ ഇതുപോലെ അവര് ഈ ഫുൾ ബാക്സ് ഇങ്ങനെ ബോംബാർഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ വി മൈറ്റ് യൂസ് ദ സിറ്റുവേഷൻ. കാരണം നമ്മൾ എല്ലാവരും ഡിഫെൻഡ് ചെയ്യാതെ, കഴിഞ്ഞ ഫസ്റ്റ് ലെഗിൽ പോലെ എല്ലാവരും ഡിഫെൻഡ് ചെയ്യാതെ വി മൈറ്റ് ഹാവ് പ്ലേയേഴ്സ് അപ്പ് ഫ്രണ്ട് ആൻഡ് ഗെറ്റ് ദെയർ എൻജിൻസ് റെഡി ആൻഡ് എന്താ പറയാ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കുന്ന പോലെ. സ്റ്റിൽ ദെയർ മിഡ്ഫീൽഡേഴ്സ് വിൽ കം. എന്തായാലും ആ പൊസിഷനിൽ അവർ എത്തും, ഓടിയെത്തും. നമ്മൾ അവിടെ മുമ്പേ എത്തുമ്പോഴേക്കും അവന്മാര് ഓടിയെത്തും. ജാവനെവസ് ആയിക്കോട്ടെ, വിറ്റീനി ആയിക്കോട്ടെ, അവന്മാരെ അപ്പുറത്ത് ഓടി എന്തായാലും, ഇല്ലെങ്കിൽ ഓസ്മാൻ ഡെമ്പലെ വരെ അവിടെ ഓടിയെത്തും. സോ ഇറ്റ്സ് അബൌട്ട് ദ സ്വിച്ച്. ആ ഒരു കൗണ്ടർ സ്വിച്ച് പക്കായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. അവർ ഫസ്റ്റ് ലെഗ് പോലെ കളിക്കുകയാണെങ്കിൽ ആ ഒരു ട്രാപ്പ് ഗെയിം ഉദ്ദേശിച്ചതിൽ തന്നെ എനിക്ക് മനസ്സിലായി ദേ ഗോണ പ്ലേ എ കൺസർവേറ്റീവ് ഗെയിം, നോട്ട് ടു കൺസീഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ എന്തായാലും പാനിക് ആവും. പാനിക്കായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗോൾ അടിക്കാനുള്ള വഴി തുടങ്ങും. സോ അബിൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ ഒരു 10-15 മിനിറ്റ് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ്. മേ ബി പെനാൽറ്റീസ് വന്നു കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി സ്ലോട്ട് ഫിക്സ് ദ പെനാൽറ്റി കിക്ക് ടേക്കേഴ്സ് ആസ് പ്രോപ്പർ വൺസ്. വി ഹാവ് ലോട്ട്. സോ നല്ലൊരു പെനാൽറ്റി ടേക്കേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പെനാൽറ്റി സ്റ്റോപ്പർ നമ്മുടെ ഉണ്ട് അല്ലേ? പെനാൽറ്റി സ്റ്റോപ്പർ I'm pretty happy with Mamadashvili, especially in penalties. വേറൊരു പോയിന്റ്, ചിലപ്പോ നാളെ നമ്മൾ ചവിട്ടുമായിരിക്കും. ആരുണ്ട് ചവിട്ടാന്? This is where I wanted Robertson to play. ഒന്നല്ല, വെറുതെ പോയി ചോറിയ. I want him to play. വേണ്ടേ, കാരണം അവരുടെ ഫുൾ ഗെയിം കളിച്ചതാണ്, കർക്കസിന് വേണ്ടിയിട്ടുള്ളതാണ് ഗെയിം കളിച്ചത്. ഞാൻ പറയുന്നത് സോബോ ഇവൻ കൊണാട്ടെ വേണ്ടേ, കാരണം അവര് മിഡ്ഫീൽഡ് ടെക്നിക്കൽ പ്ലെയേഴ്സ് ആണ്, ഇമ്പോസിംഗ് അല്ല. ദേ ആർ എക്സ്ട്രീംലി ഗുഡ് ഓൺ ദ ബോൾ. സോ നമുക്ക് ആ ഒരു ആൻഫീൽഡ് അഡ്വാൻറ്റേജ് നോക്കി ചവിട്ടി തുടങ്ങിയ ചിലപ്പം we may get something out of it. Something has to be done. We can't let them play. നോർമൽ ഗെയിം കളിച്ച് നടക്കൂല. അതെ. എനിവേ സമയം നമ്മൾ കുറെ നേരമായി. സോ വാട്ട് അബൌട്ട് അതർ predictions? സ്പോർട്ടിംഗ് വേഴ്സസ് ആർസണൽ. ഉറപ്പാ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബോൺമൗത്ത് തിരിച്ചായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ്, യു നോ, അല്ല ബോൺമൗത്ത് അല്ല, ബട്ട് if it was 1-0 and they go to Sporting, probably പറയാൻ പറ്റില്ല. ഇതിപ്പോ എന്താ പറയാ, സ്പോർട്ടിങ്ങിന് പിന്നെ ഒന്നും നോക്കാനില്ല. സ്പോർട്ടിങ്ങിനൊന്നും നോക്കാനില്ല. ഡു ഓർ ഡൈ സിറ്റുവേഷൻ അല്ലേ. 1-0 അല്ലേ ഉള്ളൂ, വലിയ സ്കോർ ലൈൻ ഒന്നും അല്ല.
സ്പോർട്ടിങ് ബോർഡോന്റെ കൂടെ സെക്കൻഡ് ലെഗ് കളിച്ച പോലെ കളിച്ചാൽ there is a game to be had. അതെ But that's Bodo, this is Arsenal. Arsenal won't concede that way. Right. അതുമല്ല I'm not saying, played Bodo at their home. അവിടെയാണ് ഹോം അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അവർക്ക്. They are playing at their turf. അതാണ് ഈ റീസെന്റ് റിസൾട്ട് എന്തായാലും അതിനെ അഫക്ട് ചെയ്യും എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് if Sporting score first, Arsenal at home will be a nervous Emirates. അതുണ്ടാവും. Yes, but I think Arsenal is not that open. എത്ര വിചാരിച്ചാലും അവർക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. So there are chances where they can hit Sporting on the back. So maybe I still hope Arsenal will win. അത് അടിപൊളി കളിയായിരിക്കും. പക്ഷെ ബയൺ ജയിക്കും. Real will have that UCL thing, but Bayern is അതെ ഞാൻ മറ്റേ സ്പോർട്ടിംഗ് ആർസണലിന് പറയുമ്പോ ഇതുപോലെ സ്പോർട്ടിംഗ് ആർസണല് യൂറോപ്പില് ഡ്രോ ആയിട്ട് ഹോം ഗെയിമിൽ ആർസണൽ പുറത്തു പോയിട്ടുണ്ട് 2 കൊല്ലം മുമ്പ്. സോ അങ്ങനെ ഈ ഒരു പ്രീമിയർ ലീഗ് പ്രഷറില് സ്പോർട്ടിങ്ങിന്റെ കൂടെ കളിക്കുന്നത് വെരി റിസ്കി ആണ്. ഇനി ആരും ഇഞ്ചേർഡ് ആവാതെ അവർ നോക്കും ഉറപ്പായിട്ട്. പ്രീമിയർ ലീഗ് ആണോ UCL ആണോ വലുതെന്ന് ആ ഒരു കമ്പാരിസൺ വരും. സിറ്റി ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്. സോ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇറങ്ങാൻ. അപ്പൊ ആഡഡ് പ്രഷറാണ്. അല്ല അടുത്തടുത്തേ FA കപ്പ് അല്ല കാരബോ കപ്പ് ഇന്ന് പുറത്താവണു. അത് കഴിഞ്ഞ് CL മാച്ച് ആയിരുന്നു, അത് ജയിച്ചു ഫസ്റ്റ് ലെഗ്. അത് കഴിഞ്ഞിട്ട് സിറ്റി അല്ല പ്രീമിയർ ലീഗിൽ പോണു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ CL കൂടി അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് മാറാം. അങ്ങനെ ആർസണൽ താഴെ കളഞ്ഞിട്ടില്ല. ഇത് ആക്ച്വലി I still don't think they will lose, but if they lose ഭയങ്കര എന്താ പറയാ മെന്റൽ ബ്രേക്ക് ഡൗൺ പോലെ ആവും അവർക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ EFL പോയി, FA കപ്പിൽ പോയി, UCL ജയിച്ചു, പ്രീമിയർ ലീഗിൽ തോറ്റു. ഇനി വരുന്നത് ക്രൂഷ്യൽ ചാമ്പ്യൻസ് ലീഗും അഗെയിൻ ക്രൂഷ്യൽ പ്രീമിയർ ലീഗും അഗെയിൻസ്റ്റ് ദ സെക്കൻഡ് സ്റ്റാൻഡിങ് ടീം, അതും സിറ്റി ആയിട്ട്. സോ ഈ ഒരു പ്രഷറൊക്കെ ഏത് ടീമിനെ ഇറക്കണം, ഏത് സ്റ്റാർട്ടിംഗ് ലെവൻ ഇറക്കണം, ഇങ്ങനെ ഒരു ഇഷ്യൂസ് കുറെ വരും. അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ അബി പറഞ്ഞ പോലെ ഫസ്റ്റ് ലെഗിൽ അവര് ഒരു 3-0 കംഫർട്ടബിൾ ലീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരില്ല. ഇതിപ്പോ 1-0 ആണ്. സ്പോർട്ടിംഗ് ഈസ് ചില്ലറ ടീമൊന്നും അല്ല, അവന്മാര് കളിക്കും. സോ ആക്ച്വലി ഞാന് ഇപ്പൊ നമ്മുടെ മാച്ച് എന്തായാലും ഉണ്ട്. ഈ മാച്ച് ആയിരിക്കും ആ ദിവസം ഞാൻ കാണാം മോസ്റ്റ്ലി. ഇതായിരിക്കും ഞാൻ എക്സൈറ്റഡ് ആയിട്ട് കാണും. നോട്ട് ലൈക്ക് ആ ഒരു ഗെയിമിന്റെ അവസ്ഥ നോക്കിയിട്ടല്ല, അതിന് ശേഷമുള്ള ഗെയിംസ് ആർസണൽ എന്ത് ചെയ്യും. സോ അതിനനുസരിച്ചിട്ട് വേണം ഇത് കളിക്കാനായിട്ട്. ബയേൺ സോറി ബാർസ അത്ലറ്റിക്കോ പുറത്താവും. 3 നമ്മളടിക്കും. നമ്മളത്തെ തന്നെ ഐ ഡോണ്ട് തിങ്ക് നമ്മളിപ്പം ഒപ്റ്റിമിസ്റ്റിക് ലിവർപൂൾ ഫാൻസ് ആയതുകൊണ്ട് നമ്മൾ 2 അടിക്കും, 2-2 ആക്കും, പെനാൽറ്റിയിലേക്ക് പോകുമ്പോഴേക്കും 3 അടിക്കും എന്നൊക്കെ പറയുന്നു. Again, same thing. നമ്മളെ പോലെ തന്നെയാണ്. I don't think they can score 3. I mean, without considering. Same thing അല്ല, അവര് എവേ മാച്ച് ആണ് ബാഴ്സലോണയ്ക്ക്. സെയിം തിങ് അല്ല, നമ്മൾ ഹോം മാച്ച് ആണ്. ഭയങ്കര ഡിഫറൻറ് ആണ്. 2 ഗോൾ ലീഡ് ഉണ്ട്. ഫൈനൽ പറ, what is Liverpool PSG prediction? We might win tomorrow, but I don't think we'll qualify for അടുത്ത സെമി. അഗ്രഗേറ്റും ഇതും ചേർത്തി ഡ്രോ ആയി പെനാൽറ്റിയിൽ എന്ത് സംഭവിക്കും ഞാൻ പറയുന്നില്ല. ഒരുത്തരും എനിക്ക് വിശ്വാസമില്ല. 3-1 എന്റെ പ്രഡിക്ഷൻ. 3-1 ആണെങ്കിലും 3-3 ആവില്ലേ? അതെ, ഫുൾ ടൈമില് 3-1. ബാക്കി ഏകദേശം പറഞ്ഞ പോലെ അവന്മാരെങ്ങോട്ട് അടിക്കും നമുക്കറിയില്ല. അതായത് അവര് പെനാൽറ്റിയിലാണ് അവർ ജയിച്ചത്, അതുപോലെ നമുക്കൊരു ചാൻസ് കിട്ടുമോ? അതെ, അതാണ് അതിനകത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. മാമയാണ് ഗോളി, അതിലാണ് പ്രതീക്ഷ. ആലിസിനാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ല.
ഇതാണ് ഏറ്റവും വലിയ ലീസ്റ്റ് പോസിബിലിറ്റി, ഡ്രോ ആയി പെനാൽറ്റി പോകുന്നത്. അല്ലാതെ ഫുൾ ടൈമിൽ നമ്മൾ ജയിക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഗോയിങ് ഫോർ ദ ലീസ്റ്റ് വൺ. 2-3-1 ആയിട്ട് പിന്നെ എക്സ്ട്രാ ടൈമിൽ ഇസാക്ക് ഉണ്ട്. നമ്മളിങ്ങനെ ആഗ്രഹം പറയാം, മലയാള സിനിമയിലും മറ്റേ ഒരു സ്പോർട്സ് മൂവി വല്ല വരികയാണെങ്കിൽ അതിലിങ്ങനെ എടുത്തു വേണമെങ്കിൽ അവരുമാര് ഈ ബിഗിലൊക്കെ ചെയ്ത പോലെ ചെയ്യട്ടെ, കുറച്ച് കഥ എഴുതി കൊടുക്കാം. 2-0 is not a impossible thing. You can beat 2-0, you can come back. നമുക്ക് ഈ ഡൗട്ട് വരുന്നത് നമ്മുടെ ഇൻകൺസിസ്റ്റൻസി കൊണ്ടാണ്. നമ്മൾ എങ്ങനെ കളിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ സീസൺ ആണെങ്കിൽ നമുക്കറിയാം വി വിൽ പ്ലേ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെ കളിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഫുൾഹമിനെതിരെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചു പോലും ഇല്ല. നമ്മള് അടപെട്ടല്ലേ മൂഞ്ചും എന്ന് വിചാരിച്ചു, പക്ഷെ എന്തോ മര്യാദയ്ക്ക് കളിച്ചു. കാണാൻ കൊള്ളായിരുന്നു കളി കാണാൻ. On that note, I think നമ്മൾ ടൈം കുറെ നേരം എന്തൊക്കെ സംസാരിച്ചു. അപ്പൊ പോഡ്കാസ്റ്റിന്റെ ആൾക്കാരെ കേൾക്കുമ്പോൾ എന്തിനു തോന്നിയാൽ ഐ തിങ്ക് വി ആർ ഓൾ ടയർഡ്. പിന്നെ അതെ, അവർക്ക് അഭിപ്രായം പറയാൻ പറ്റിയ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം പുറമേ നിന്നുള്ള ലീഗ് കാണുന്നവരുണ്ട്. ലാലിഗ ഫാൻസ് ഉണ്ടാവും, ഫ്രഞ്ച് ലീഗ് ഉണ്ട്, അങ്ങനെ ഇറ്റാലിയൻ ലീഗ് ഉണ്ട്. അപ്പോ പ്രീമിയർ ലീഗ് ഒരു കാലത്ത് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോ കുറെ പ്ലേയേഴ്സ് ഇപ്പുറത്തുണ്ടായിരുന്നു. ആ ഒരു സ്റ്റാർ സ്റ്റഡഡ് തിങ് എന്ന് പറഞ്ഞ ഇപ്പൊ വേറെ ലീഗിലാണ് ഇപ്പൊ ഉള്ളത്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് അപ്പൊ ദേ വിൽ ബി വെരി ഹാപ്പി. ആ ഒരു സൈക്കിൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. സോ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ പറയാൻ പറ്റും. പറയട്ടെ. അതായത് പ്രീമിയർ ലീഗിന്റെ ക്യുമുലേറ്റീവ് ക്വാളിറ്റി അക്രോസ് 20 ടീംസ് ഇസ് വെരി ഗുഡ്, ബട്ട് പ്രീമിയർ ലീഗ് ഡസന്റ് ഹാവ് എ വേൾഡ് ക്ലാസ് സ്ക്വാഡ്. ഈവൻ സിറ്റി ഈസ് നോട്ട്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് PSG, Bayern, Madrid, Barca, probably അറ്റ്ലീസ്റ്റ് ഒന്നുണ്ട് എല്ലാവർക്കും. അതെ അത്ലറ്റിക്കോ സംതിങ് ഇസ് ദാറ്റ്സ് എ ഗുഡ് ഇന്റർ മിലാൻ ആവട്ടെ, AC മിലാൻ എല്ലാവർക്കും ഉണ്ട്. സോ സംതിങ് ഇറ്റാലിയൻ ലീഗ് പിന്നെ മോശമാണ്, ബട്ട് സ്റ്റിൽ രണ്ട് പോയിന്റ്സ് ആക്ച്വലി, രണ്ട് പോയിന്റ്സ് we wanted to cover but we just couldn't. ഒന്ന്, we have a new Brazilian who scored 20 goals in a Premier League season, the very first time. നമ്മൾ ബ്രസീലിയൻ ഗോൾ സ്കോറേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ the likes of റൊണാൾഡോ, റിവാൽഡോ എന്നൊക്കെയാണ് ആദ്യം മനസ്സിൽ വരുന്നത്. എഡ്രിയാനോ, ബട്ട് nobody played here, right? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ he's the first one to do this. പിന്നെ ജർമ്മനിയിലെ സ്റ്റോറി ആയിരിക്കും പിന്നെ പറയാനുള്ളത് അല്ലേ? ജർമ്മനിയിലെ എന്താ അതല്ല, ജർമ്മനിയിലെ യൂണിയൻ ബെർലിൻ ഫീമെയിൽ മാനേജർ. പലപ്പോഴും നമ്മൾ യൂത്തിലൊക്കെ കാണാറുണ്ട്, മെയിൻ ടീമിലേക്ക് എത്താറില്ല ആരും. മേ ബി പ്രോബ്ലി ദിസ് സ്റ്റാർട്ട്സ് ഫ്രഷ്. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈവൻ പ്ലേയേഴ്സ് വരെ. എന്നപ്പോ ഞാനിങ്ങനെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ വെച്ചിട്ട്, ഈവൻ പ്ലേയേഴ്സ് തന്നെ അങ്ങനെയുള്ളത് നിയമമുണ്ടോ ശരിക്കും? അങ്ങനെ വിമൻ ഫുട്ബോളിൽ അങ്ങനെ ഉണ്ടാവും വിമൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ അങ്ങനെ ഈ പ്ലേയേഴ്സ് തന്നെ കളിക്കുന്നതേ ആണുങ്ങളെ പാടുള്ളൂ എന്നുള്ളത് ഉണ്ടോ ശരിക്കും? കോച്ചിങ്ങിന് അങ്ങനെ ഇല്ല എന്നുള്ളത് ഇപ്പൊ തീരുമാനം. ഇനി എന്തെങ്കിലും കവർ ചെയ്യാറുണ്ടോ? സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഇപ്പോഴും അടച്ചിരിക്കുകയാണ്. ചിലപ്പം നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിലേക്ക് എത്തുമായിരിക്കും. ഈ സീസൺ നൾ ആൻഡ് വോയിഡ് ആക്കുന്നതായിരിക്കും നല്ലത്. ട്രംപ് മാർപ്പാപ്പനെ തെറി വിളിച്ചു, ഇതൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എനിവേ അപ്പോ നമ്മൾ അടുത്ത വരുന്ന പോഡ്കാസ്റ്റിൽ നമ്മൾ സെമിഫൈനലിൽ എത്തി എന്ന് പറയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തന്നെ ഇതൊക്കെ തന്നെ ഉള്ളു. 1.5 മണിക്കൂറൊക്കെ ആയി തോന്നില്ല, 1.25 മണിക്കൂർ. അപ്പോ നിർത്താം. വീണ്ടും നാളെ ലൈവില് പോകുന്നില്ലല്ലോ? ഞാൻ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം.
അതായത് നാളെ ലിവർപൂൾ PSG തോപ്പിച്ചാൽ നമ്മൾ 4 പേരും കളി കഴിഞ്ഞ് ലൈവ് വരുന്നതായിരിക്കും. അതെ, അഗ്രിഗേറ്റിൽ ഒപ്പിച്ചാൽ അതായത് അടുത്ത റൗണ്ടിൽ എത്തിയാൽ അതെ അടുത്ത റൗണ്ടിൽ. അപ്പൊ നമ്മളെ എല്ലാരും നാളെ എല്ലാരും കിടന്ന് കുറച്ചു നേരം കിടന്നുറങ്ങിക്കോളും. ഓഫീസിൽ പോടുന്നുണ്ടെങ്കിൽ ഓഫീസിൽ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി കിടന്നുറങ്ങുക. കാരണം നമ്മള് മാച്ച് കഴിഞ്ഞാലും നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. ആഫ്റ്റർ പാർട്ടി സെലിബ്രേഷൻ അല്ലേ? ഓക്കെ, ബൈ. Okay, bye.